കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു പാസിംഗ് ഓൺ റെഫറൻസ് പോലെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ടാവും. ചില കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ആ തരത്തിൽ നമ്മൾ ടൈം ഡിവോട്ട് ചെയ്യുന്നുണ്ടാവും. ഇത്രയുമാണ് നമ്മുടെ കണ്ടൻസ്. നമ്മുടെ ബേസിക്സ് അബൌട്ട് taxation of shares mutual funds, slab rates that is effective under the Indian Income Tax Act, exemptions available, residential status, and some time on gifting to relatives. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം ഒരു ടൈം കൊണ്ട് കവർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമുക്ക് ഉള്ളത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള കാര്യങ്ങളായിരിക്കും ഇതെല്ലാം തന്നെ. ഇതിൽ കൺസേൺഡ് ആയിട്ടുള്ള ഹെഡ്, ഇത് ഇൻകം ടാക്സ് ആക്ടില് വന്നിരിക്കുന്ന ഹെഡുകളാണ് ഇതെല്ലാം തന്നെ. നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ഹെഡിലാണ്. ഓഫ് കോഴ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസും കൂടെ കയറി വരാം. പക്ഷെ കൂടുതൽ നമ്മളുടെ ശ്രദ്ധ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡിലായിരിക്കും. ഫ്ലെക്സിബിലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ സ്ലൈഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇതിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഹോൾഡിംഗ് പീരീഡിന്റെ അടിസ്ഥാനത്തിൽ ടാക്സിനെ എങ്ങനെ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ക്ലാസിഫൈ ചെയ്യാമെന്നുള്ളതാണ്. ഹോൾഡിംഗ് പീരീഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹോൾഡിംഗ് പീരീഡ് നമ്മളൊരു അസറ്റ് എക്വയർ ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വരെയുള്ള സമയം, ദാറ്റ് ഇസ് കോൾഡ് ദി ഹോൾഡിംഗ് പീരീഡ്. അപ്പൊ ആ ഹോൾഡിംഗ് പീരീഡ് അനുസരിച്ചാണ് ഒരു ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ രണ്ട് ഹെഡാണുള്ളത്, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം. അപ്പം 2024 ബഡ്ജറ്റ് വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഹോൾഡിംഗ് പീരീഡ് റൂൾസും 2024 ബഡ്ജറ്റിൽ വന്നതിന് ശേഷമുള്ള കാര്യമായ മാറ്റങ്ങൾ വന്നു. നമ്മളിപ്പോൾ കാണുന്നത് പുതിയ നിലവിൽ ഓപ്പറേഷൻ ആയിട്ടുള്ള ഹോൾഡിംഗ് പീരീഡ് റൂൾസ് ആണ്. അതിന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഫണ്ട്സ്, ഇതെല്ലാം വരുമ്പം ഒരു തരത്തിലുള്ള ഹോൾഡിംഗ് പീരീഡും മറ്റ് അസറ്റ്സിന് വേറെ തരത്തിലും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഐറ്റം, നമ്മളുടെ ഈ ഒരു ചാർട്ടിൽ കാണുന്ന ആദ്യത്തെ ഐറ്റം ഇക്വിറ്റി ഷെയർസ്, ലിസ്റ്റഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ആണെങ്കിൽ ഹോൾഡിംഗ് പീരീഡ് 12 മാസം. അപ്പൊ 12 മാസത്തിലധികം നമ്മൾ അത് ഹോൾഡ് ചെയ്താൽ അത് ലോങ് ടേം ആയിട്ടും, അതിൽ കുറവാണെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക്. ഇക്വിറ്റി റിലേറ്റഡ് ആണെങ്കിൽ, അത് ലിസ്റ്റഡ് ആണെങ്കിൽ 12 months ആണ് അവിടെ ലോങ് ടേം ആക്കി മാറ്റുന്നതിനുള്ള ടൈം പീരീഡ്. അതേസമയം നിങ്ങൾ ഒരു അൺലിസ്റ്റഡ് കമ്പനി, ഒരു അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി, പലരും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെ അൺലിസ്റ്റഡ് കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു അവൈലബിലിറ്റി, ഒരു ഫീച്ചറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അൺലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ഇതേ ഇക്വിറ്റി ഷെയർ ആണെങ്കിൽ പോലും അവിടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 24 months ആണ്. 2 കൊല്ലമാണ്. 12 months അല്ല, 24 months ആണ്. അപ്പോ ഈ ഹോൾഡിംഗ് പീരീഡ് എന്തുകൊണ്ടാണ് റെലവെന്റ് നമുക്ക് എന്ന് ചോദിച്ചാൽ, ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 12 മാസത്തിനുള്ളിൽ റിഡീം ചെയ്യുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ടാക്സ് റേറ്റ് 20% ആണ്. ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ റേറ്റ്, CT എന്ന് പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതിന്റെ റേറ്റ് 20%. അതല്ല 12 മാസത്തിലധികം നമ്മൾ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് ലോങ് ടേം. ലോങ് ടേം ആണെങ്കിൽ അതിന്റെ റേറ്റ് 12.5% ആണ്. ഓഫ് കോഴ്സ് സബ്ജക്ട് ടു 1.25 lakhs എക്സംഷൻ. അപ്പൊ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ 1.25 lakhs കുറച്ച് ബാക്കിയുള്ള എമൗണ്ടിന്റെ മുകളിലാണ് 12.5% അപ്ലൈ ചെയ്യും. ഇതേപോലെ പലതരത്തിലുള്ള ഫണ്ട്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്.
അപ്പൊ ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ഡീൽ ചെയ്യുന്നതോ നമ്മൾ പരിചയപ്പെട്ടുള്ളതോ ആവണമെന്നില്ല. പക്ഷെ ദിസ് ഇസ് എ ലിസ്റ്റ് ഫോർ യുവർ റെഫറൻസ് ടു ചെക്ക് വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ടാക്സേഷൻ ഫോർ ഓൾ ദീസ് വേരിയസ് ടൈപ്സ് ഓഫ് ഫണ്ട്സ്. ഇപ്പൊ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ അവിടെ കാര്യമായ വ്യത്യാസമുള്ളത്, അവിടെ നമ്മളുടെ ഹോൾഡിംഗ് പീരീഡ് 12 മാസമായാലും 24 മാസമായാലും അതിന് കൂടുതലായാലും അത് ഷോർട്ട് ടേം ആവും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലാബ് റേറ്റ് അനുസരിച്ച്, ഇപ്പോൾ നിലവിലുള്ള സ്ലാബ് റേറ്റ് അനുസരിച്ച് ഇങ്ങനെയാണോ ടാക്സ് വരിക, അതിന് ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പൊ ഫിക്സഡ് റേറ്റ് 12.5 20% എല്ലാം അവിടെ അപ്ലൈ ചെയ്യുക. മറിച്ച് നമ്മളുടെ സ്ലാബ് റേറ്റ്, ആ സ്ലാബ് റേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ വഴിയെ പരിചയപ്പെടുന്നുണ്ടാവും. ആ സ്ലാബ് റേറ്റ് അനുസരിച്ചാണ് ടാക്സ് വരിക. അവിടെ ഈ 12 മാസം 24 മാസം എന്ന് പറയുന്ന ഹോൾഡിംഗ് പീരീഡ് അവിടെ ബാധകമല്ല. ഇതേപോലെയുള്ള പലതരത്തിലുള്ള ഫണ്ട്സിനുള്ള ഒരു റെഫറൻസറാണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെയാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ്, ബിൽഡിംഗ്, ലാൻഡ് ഒക്കെ. അപ്പോൾ അത്തരം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കും നമ്മളുടെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 24 മാസമാണ്. അപ്പൊ ഒരു വീട് വാങ്ങിച്ച് 24 മാസം എങ്കിലും നമ്മളത് ഹോൾഡ് ചെയ്ത് അതിനുശേഷം നമ്മളത് സെല് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആവും. അതല്ല, അതിന് മുൻപാണ് നമ്മൾ സെല് ചെയ്യുന്നതെങ്കിൽ അത് ഷോർട്ട് ടേം ആവും. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മളുടെ ടാക്സ് എമൗണ്ടിനെ കാര്യമായി ബാധിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്നവരാവാം, ഷെയർ ട്രേഡിങ്, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ ആവാം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരാവാം, എപ്പോഴും ഈ ഒരു ഹോൾഡിംഗ് പീരീഡ് നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. ഒപ്പം പോസ്റ്റ് ടാക്സ് റിട്ടേൺസ്, പലപ്പോഴും നമ്മൾ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇമ്മീഡിയറ്റ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. എങ്കിലും പോസ്റ്റ് ടാക്സ് റിട്ടേൺസ്, ടാക്സിന് ശേഷം നമുക്ക് വരുന്ന ഇഫക്റ്റീവ് റിട്ടേൺസ് ആണ് അത്, അല്ലെങ്കിൽ അത് കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം നമ്മളുടെ ഒരു റിഡംഷൻ അല്ലെങ്കിൽ സെയിൽ ഡിസിഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുള്ളത്, റിയൽ എസ്റ്റേറ്റ്, ലാൻഡോ ബിൽഡിങ്ങോ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് ഈ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈലബിൾ ആണ്. മുമ്പ് ഉണ്ടായിരുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇപ്പോഴും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാത്രമാണ് ഇപ്പൊ തുടരുന്നത് 2024 ശേഷം. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ന് വാങ്ങിച്ചോ അന്ന് മുതൽ വിൽക്കുന്ന ഡേറ്റ് വരെയുള്ള കോസ്റ്റ് ഇൻഫ്ലേഷൻ നമുക്ക് ഇതിന്റെ കൂടെ ചേർക്കാം. ഈ ഒരു സൗകര്യം ഇപ്പൊ ബെനിഫിറ്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മാത്രമാണ്. പക്ഷേ 23 ജൂലൈ 2024 ശേഷം വാങ്ങിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണ് എങ്കിൽ അതിന് ഈ ബെനിഫിറ്റ് ഉണ്ട്. അപ്പോ നമ്മള് 2022 വാങ്ങിച്ചൊരു ലാൻഡ് ആണ് എന്ന് കരുതുക. നമ്മൾ ഇപ്പോൾ അത് സെല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അന്നത്തെ വിലയുടെ അനുസരിച്ച് നമുക്ക് കോസ്റ്റ് ഇൻഫ്ലേറ്റ് ചെയ്യാം. എന്നിട്ട് ഡിഫറൻസ് ഉള്ള എമൗണ്ടിന്റെ മുകളിൽ 20% ആണ് ടാക്സ് വരിക. ഇനി അതല്ല, നമ്മൾ ഈ ബെനിഫിറ്റ് എടുക്കുന്നില്ല എങ്കിൽ 12.5%, നേരത്തെ കണ്ട 12.5% ടാക്സ് വരും. അപ്പൊ 3 റേറ്റുകളാണ് ഇപ്പൊ നിലവിൽ വരിക. ഒന്ന് 12.5%, ഷോർട്ട് ടേം ആണെങ്കിൽ 20%, അതല്ലെങ്കിൽ സ്ലാബ് റേറ്റ്, അയാളുടെ സ്ലാബ് പ്രകാരമുള്ള റേറ്റ്. ഈ 3 തരത്തിലുള്ള റേറ്റുകളാണ് ഇപ്പോ നിലവിൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് ക്യാപിറ്റൽ ഗെയിൻസിൽ നിന്ന് വരുന്ന ഇൻകം. ഇപ്പൊ നമ്മൾ സംസാരിച്ചതെല്ലാം ആ ക്യാപിറ്റൽ ഗെയിൻസ്, ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ളത് മാത്രമാണ്. അതിന്റെ റേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പലതരത്തിലുള്ള ഫണ്ട്സിന് അല്ലെങ്കിൽ പലതരത്തിലുള്ള അസറ്റിന് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് റേറ്റ്. ഇത് മുന്നോട്ട് പോകല്ലോ. ക്യാൻ വി പ്രൊസീഡ്? ഈ സ്ലൈഡ് ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഈ സ്ലൈഡിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? നമ്മുടെ ഈ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് ഇൻഡെക്സേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2022 നമ്മൾ വാങ്ങിച്ച ഒരു പ്രോപ്പർട്ടി, ഒരു വീടാണെന്ന് വിചാരിക്കും, ഒരു ലാൻഡാന്ന് വിചാരിക്കും, അല്ലെങ്കിൽ 2018 ഒരു 8 കൊല്ലം.
അപ്പൊ 8 കൊല്ലം മുൻപ് നമ്മളത് വാങ്ങിച്ച സമയത്ത് അതിനുണ്ടായിരുന്ന വില 1 lakh rupees per cent എന്നാണെന്ന് വിചാരിച്ചത്. നമ്മൾ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെ സാധാരണഗതിയിൽ വർക്ക്ഔട്ട് ചെയ്താൽ ഇന്ന് അതിന്റെ വില 8 ലക്ഷമാണെങ്കിൽ 8 - 1 7 lakhs മുകളിൽ നമ്മൾ 12.5% ആണ് ടാക്സ് കൊടുക്കേണ്ടത്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല എങ്കിൽ, സപ്പോസ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ അന്നത്തെ 1 ലക്ഷം കോസ്റ്റ് ഇൻഫ്ലേഷൻ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ, അപ്പൊ അന്നത്തെ 1 ലക്ഷം ഇന്ന് ചിലപ്പോൾ 2 ലക്ഷമായിരിക്കും. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ പറയുന്നതാണ്. അപ്പൊ 2 - 8 6 6ന്റെ മുകളിൽ 20% ടാക്സ് ആണ് അടയ്ക്കേണ്ടത്. ഈ 2 ഓപ്ഷൻസും ഇൻവെസ്റ്റർക്ക് ഉണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ഏതാണോ, നമുക്ക് ബെനിഫിഷ്യൽ ഏതാണോ ആ റേറ്റ് എടുത്ത് അടയ്ക്കാം. ഇത് റിയൽ എസ്റ്റേറ്റ് ബിൽഡിംഗ് ലാൻഡിന് മാത്രമേ ഉള്ളൂ. ഷെയർസിനോ മ്യൂച്വൽ ഫണ്ട്സിനോ മറ്റ് അതുപോലുള്ള അസറ്റ്സിനോ അതില്ല. നമ്മുടെ റിയൽ എസ്റ്റേറ്റിന്റെ അതിന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മളത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ഒരു തുകയായിരിക്കുമല്ലോ നമ്മൾ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതുന്നുണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ സ്റ്റാമ്പ് പേപ്പർ ഡ്യൂട്ടി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാണ്ട് നമ്മൾ വേറെ ടാക്സ് തന്നെ ഉണ്ടാവുമോ? അല്ല, നമ്മളിപ്പോ നമ്മള് സെല് ചെയ്യുമ്പോൾ വിൽക്കുന്ന സമയത്ത് നമ്മൾ ആ കൺസേൺഡ് അത് ആ ഒരു ഗവൺമെന്റ് കൊടുക്കുന്ന സ്റ്റാമ്പ് പേപ്പർ എന്ന് പറയുന്നത് പുറമെ ഉള്ള ടാക്സ് ആണല്ലോ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നത്. നമ്മൾ വാങ്ങിച്ച് വിൽക്കുമ്പോൾ വാങ്ങിച്ച വിലയും ഇപ്പോൾ സെല് ചെയ്യുന്ന പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. അതെ, അല്ല നമ്മൾ സാധാരണ നാടുകളിൽ ഇപ്പൊ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഒരു വില നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ, ആ നിശ്ചയിച്ച വിലയിലുള്ള അതാണ് നമ്മൾ അഗ്രിമെന്റിൽ എഴുതുന്നത്. അതെ അതെ, ഫെയർ വാല്യൂ. അപ്പൊ അതിന് ടാക്സ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിനാണ് ടാക്സ് വരിക. അതിന് ടാക്സ് വരും. അതെ, ഫെയർ വാല്യൂ എന്താണോ നമ്മളിപ്പോ വിൽക്കുമ്പോൾ കാണിക്കുന്നത് മൈനസ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതേ ഫെയർ വാല്യൂ കാണിച്ചിട്ടുണ്ടാവുമല്ലോ അന്നത്തെ, അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ആ ഫെയർ വാല്യൂവിന് അന്നത്തേത് ഇന്നത്തെ കമ്പയർ ചെയ്തിട്ട് ബാക്കി എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അതിന് ടാക്സ് വരുന്നതാണ് പറയുന്നത്. ശരി. Okay, let's move. Okay. സോ ഇത് ബേസിക്കലി ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് പീരീഡ് ഒരു കാര്യം. അതായത് 20%, 12.5% സ്ലാബ് റേറ്റ് ഒക്കെ ഒരു ഏകദേശം ഒരു അപ്ലിക്കേഷൻ എങ്കിലും ചെയ്തിട്ട് നമ്മളുടെ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മേജർ റിഡംഷൻ ഡിസ്റ്റൻസ് ചെയ്ത് എപ്പോഴും കൺവീനിയന്റ്. കാരണം ചിലപ്പോൾ 2 ദിവസത്തെ ഒരു വ്യത്യാസമായിരിക്കാം, പക്ഷെ ടാക്സ് റേറ്റിൽ വരുന്ന കാര്യമായ വ്യത്യാസങ്ങൾ നമ്മളുടെ ആ ഒരു പോസ്റ്റ് ടാക്സ് സേവിങ്സിനെ ബാധിക്കാം. അതുകൊണ്ട് ആ ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ മേജർ റിഡംഷൻസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ വിൽക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മളുടെ ഒരു പ്ലാനിങ് ചെയ്യുന്നതിനായിട്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് നമ്മളുടെ ഇപ്പോഴത്തെ എഫക്റ്റീവ് ടാക്സ് റേറ്റ്സ് ആണ്. ഇന്ത്യയിലുള്ള സ്ലാബ് റേറ്റ് നമ്മൾ നേരത്തെ കണ്ടു. ചില ഇൻകം എല്ലാം സ്ലാബ് റേറ്റിലാണ്. ഉദാഹരണത്തിന് നമ്മൾ ഇൻട്രസ്റ്റ് ഇൻകം ഏൺഡ് ഫ്രം എ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക്, ഫ്രം എ ബാങ്ക് ഡെപ്പോസിറ്റ് ഓർ അതർ ഇൻസ്ട്രുമെന്റ്സ്, ഡിവിഡൻഡ്, ഇവിടെ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, ഇതെല്ലാം നമ്മൾ ടാക്സബിൾ ആവുന്നത് ഇന്ത്യയിലെ ടാക്സ് റേറ്റ് വെച്ചിട്ടാണ്. ടാക്സ് റേറ്റ് എന്ന് വെച്ചാൽ സ്ലാബ് റേറ്റ്. ആ സ്ലാബ് റേറ്റിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ 2 റിജൈം ഇപ്പോൾ ഉണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൾഡ് റിജൈം ഓപ്റ്റ് ചെയ്യാം, ഓൾഡ് സ്ലാബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ സ്ലാബ് യൂസ് ചെയ്യാം. തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഓൾഡ് സ്ലാബിലാണ് നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് നമുക്ക് LIC പോളിസി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ, അതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഓൾഡ് സ്കീമിൽ മാത്രമാണ് അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പുതിയ സ്കീമിൽ, ഈ ന്യൂ റിജൈമിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം ഇതിന്റെ സ്ലാബ് റേറ്റിലാണ്. ഓൾഡ് റിജൈമില് നമ്മളുടെ ഇൻകം 4 ലക്ഷം രൂപയാണ് എന്ന് വിചാരിച്ചാൽ 2.5 ലക്ഷം രൂപ വരെ നമുക്ക് അവിടെ ടാക്സ് ഇല്ല. പക്ഷെ 2.5 മുതൽ 4 വരെയുള്ള എമൗണ്ടിന് 5% ടാക്സ് വരിക.
അതേസമയം പുതിയ റിജൈമിൽ 4 ലക്ഷം രൂപ വരെ കംപ്ലീറ്റ്ലി എക്സെപ്റ്റഡ് ആണ്, ടാക്സ് അവിടെ വരുന്നില്ല. ഈ ഒരു വ്യത്യാസം ആണ് മെയിൻ ആയിട്ട് ഈ ഓൾഡ് റിജൈൻ ന്യൂ റിജൈൻ തമ്മിലുള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മളുടെ ഏതാണോ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ആ ബെനിഫിഷ്യൽ ആയ ടാക്സ് റിജൈമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് നമ്മൾ ഇവാലുവേഷൻ ചെയ്യുക ഏതാണോ നമുക്ക് ബെനിഫിഷ്യൽ ആവുക, അതനുസരിച്ചിട്ടുള്ള റിജൈൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം, അതനുസരിച്ച് നമുക്ക് ഫയൽ ചെയ്യാം. ആ ഇപ്പോൾ നിലവിലുള്ള ഈ 2 ടാക്സ് സ്ലാബുകളും ആണ് ഈ ഒരു സ്ലൈഡിൽ ചെയ്തിട്ടുള്ളത്. 30% എന്ന് പറയുന്ന ഈ ഹയസ്റ്റ് ടാക്സ് സ്ലാബ് ഓൾഡ് റിജൈമിലാണെങ്കിൽ 10 ലക്ഷത്തിൽ മേലെ ആകുമ്പം 30% ആവുന്നുണ്ട്. അതേസമയം പുതിയ റിജൈം ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് 24 ലക്ഷം രൂപയിൽ മുകളിൽ പോകുന്ന സമയത്ത് മാത്രമാണ് 30% ടാക്സ് റേറ്റ് അപ്ലൈ ആവുന്നത്. അപ്പൊ നമ്മളുടെ ഇൻകത്തിന്റെ വോള്യൂം അത് ഏത് സോഴ്സിൽ നിന്ന് വരുന്നു, ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ ഏത് സ്ലാബ് എടുക്കണം അല്ലെങ്കിൽ ഏത് റിജൈം എടുക്കണം എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടത്. അത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കോൾ നമ്മൾ എടുത്ത് അത് ഓപ്ഷൻ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ടാക്സ് റേറ്റ് ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഇത് ബാധകമാവുന്നത് നേരത്തെ പറഞ്ഞ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ളതിനല്ല. അവിടെ നമ്മൾ കണ്ടു സ്പെഷ്യൽ റേറ്റ് ആണ് 12.520 എന്ന് പറയുന്ന സ്പെഷ്യൽ റേറ്റ് ആണ് ഇവിടെ. പക്ഷെ അതല്ല, സ്ലാബ് റേറ്റ് ആണ്. ഈ ഒരു വ്യത്യാസം നമ്മളുടെ മറ്റ് ഇൻകം ടാക്സ് ഇവിടെ നിന്നുണ്ടെങ്കിൽ, റെന്റ് ഇവിടെ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടി നമുക്ക് റെന്റ് കിട്ടുന്നുണ്ട്, കമേഴ്ഷ്യൽ ആയിക്കോട്ടെ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ, അപ്പൊ അതിനൊക്കെ ഈ ഒരു സ്ലാബാണ് ബാധകമാവുന്നത്. NRIക്ക് ആവട്ടെ റെസിഡന്റിനായിക്കോട്ടെ. ഇതില് ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഈ അപ് ടു 4 lakhs 0%, 4 to 8.5 ഇങ്ങനെയാണ് ഈ സ്ലാബ് പോകുന്നത്. ഒരു റെസിഡന്റ് ആണെങ്കിൽ ആ റെസിഡന്റിന് അപ് ടു 12 lakhs ഒരു റിബേറ്റ് ഉണ്ട്. അതായത് 12 ലക്ഷത്തിന് വരെയാണ് അയാളുടെ ഇൻകം, ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ, ഉദാഹരണത്തിന് 10 ലക്ഷമാണ് അയാൾക്ക് ആകെ ഇൻകം എങ്കിൽ ആ 10 ലക്ഷത്തിനും റിബേറ്റ് ഉണ്ട്. ആൾക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഈ റിബേറ്റിന്റെ സൗകര്യം, ഈ ഫെസിലിറ്റി നോൺ റെസിഡൻസിനില്ല. NRIസിന് ഈ ഒരു റിബേറ്റ് കിട്ടില്ല, ആ ഒരു ബെനിഫിറ്റ് കിട്ടില്ല. റെസിഡൻസിന് മാത്രമാണുള്ളത്. നോൺ റെസിഡൻസിന് 4 ലക്ഷം വരെ ടാക്സ് ഇല്ല, 4 ലക്ഷത്തിന് മേലെ ഈ സ്ലാബ് അനുസരിച്ച് നമുക്ക് ടാക്സ് പേയബിൾ ആവും. ഈ ഒരു മെയിൻ ഡിഫറൻസ് NRI ആൻഡ് റെസിഡൻസ് തമ്മിൽ ഈ ടാക്സ് റേറ്റ്സിന്റെ കേസിൽ വരുന്നുണ്ട്. ഈ സ്ലാബ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ അസറ്റിന്റെ വാല്യൂ ആണോ, അതോ നമുക്ക് നമ്മുടെ അസറ്റ് വെച്ചിട്ട് കിട്ടുന്ന പ്രോഫിറ്റിന്റെ വാല്യൂ ആണോ ഈ സ്ലാബ് റേറ്റിൽ കൂട്ടുന്നത്? ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നത് പ്രോഫിറ്റ്സിനെ കുറിച്ചിട്ടാണ്, പ്രോഫിറ്റ്സ് ഓർ ഇൻകത്തിനെ കുറിച്ചിട്ടാണ്. സെയിൽ വാല്യൂ അല്ല, തീർച്ചയായിട്ടും അതിനുള്ള പ്രോഫിറ്റ് ആണ്. പക്ഷേ നേരത്തെ ചോദിച്ച കാര്യം ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. ഈ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്ന ഷെയർ, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, അതിനൊന്നും ഈ റേറ്റ് അല്ല ബാധകം. അതിന് ബാധകമാവുന്നത് നേരത്തെ നമ്മൾ സ്ലൈഡിൽ കണ്ട 20%, 12.5 ആണ്. ഷോർട്ട് ടേം ആണെങ്കിൽ 20, ലോങ് ടേം ആണെങ്കിൽ 12. ഇത് മറ്റ് ഇൻകത്തിന് ബാധകമായ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റെന്റൽ ഇൻകം, ഇതിനൊക്കെ. നേരത്തെ സൂചിപ്പിച്ച റിബേറ്റ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റിബേറ്റ് നമുക്ക് കിട്ടുന്നത് NRIക്കല്ല, റെസിഡന്റ് ഇന്ത്യന് മാത്രമാണ്. അതിന് പുറമെ ഹയർ ഇൻകം, 50 ലക്ഷത്തിന് മേലെ ഇൻകം വരുന്നവർക്ക് വരുന്ന സർചാർജ് റേറ്റും ആണ് വരുന്നത്. ഇത് ഇവിടെ ഹൗ NRI ഇൻവെസ്റ്റേഴ്സിന്റെ ടാക്സ് റൂൾസ്, ഹൗ ദേ ഡിഫർ, നോർമൽ എവിടേക്കാണ് വ്യത്യാസം വരുന്നത് എന്നുള്ള ഒരു ചെറിയൊരു പ്രസന്റേഷൻ ആണിത്. നമ്പർ 1, നേരത്തെ പറഞ്ഞതുപോലെ ഈ റിബേറ്റ്, മറ്റ് ഇൻകത്തിന് നമുക്ക് കിട്ടുന്ന റിബേറ്റ്, റെസിഡന്റിന് കിട്ടുന്ന റിബേറ്റ് NRIക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ബേസിക് ഇൻകത്തിന് മേലെ വരുന്ന
എല്ലാ എമൗണ്ടിനും നമുക്ക് ടാക്സ് റേറ്റ് ബാധകമാവും. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അത് ഞാൻ അടുത്തൊരു എക്സാമ്പിൾ വരുമ്പോൾ കൂടുതൽ പറയാം. ക്യാപിറ്റൽ ഗെയിൻസ് വരുന്ന സമയത്ത്, നമ്മൾ ഷെയർസ് മ്യൂച്വൽ ഫണ്ട്സ് വിൽക്കുന്ന സമയത്ത് വരുന്ന ക്യാപിറ്റൽ ഗെയിൻസ് എങ്ങനെയാണ് നമ്മളുടെ ടാക്സ് കമ്പ്യൂട്ടേഷനിനെ ബാധിക്കുക എന്നുള്ളത് അടുത്ത ഒരു സ്ലൈഡ് വരുമ്പം ഒരു ചെറിയൊരു എക്സാമ്പിളോട് കൂടി തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അത് കൂടുതൽ വ്യക്തമാവും. TDS ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇപ്പം TDS നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ TDSന്റെ റേറ്റ്സ് നമ്മുടെ കേസിൽ 20% ഡിഡക്ഷൻസ് വരുന്നുണ്ടാവും, 30% വരുന്നുണ്ടാവും. ഇതെല്ലാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് TDS ഡിഡക്ഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ്സിന്റെ മുകളിലല്ല, മറിച്ച് എൻറ്റയർ കൺസിഡറേഷന്റെ മുകളിലാണ്. അപ്പോൾ ടാക്സ് നമ്മൾ പേ ചെയ്യുന്നത് പ്രോഫിറ്റ്സിന്റെ മുകളിലാണെങ്കിലും TDS ഡിഡക്ഷൻ, ടാക്സ് ഡിഡക്ഷൻ വരുന്നത് ടോട്ടൽ കൺസിഡറേഷന്റെ മുകളിലാണ്, അല്ലാതെ പ്രോഫിറ്റ്സിന്റെ മുകളിൽ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് നമ്മളുടെ കയ്യിൽ വരുന്ന ഇൻകം വിൽ ബി നെറ്റ് ഓഫ് എ സൈസബിൾ എമൗണ്ട്. ഒരു 10%, 20%, 12.5% എന്ന് പറയുന്ന എമൗണ്ട് കുറച്ചിട്ട് നമ്മളുടെ കയ്യിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും റിമൈനിങ് എമൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലയബിലിറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ TDS റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയി മാറും. അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ നമുക്ക് കാണാം. എങ്കിലും ചുരുക്കത്തിൽ ടാക്സ് റേറ്റിനെ സംബന്ധിച്ചാൽ ഇത്രയും വ്യത്യാസങ്ങളാണ് പൊതുവിൽ ഒരു റെസിഡന്റ് ആൻഡ് NRI തമ്മിൽ വരുന്നത്. ഇതിന്റെ സമ്മറിയാണ്. ഇതൊരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആകെ ടോട്ടൽ ഇൻകം 6 lakhs ആണ്. ഇത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. നമ്മളുടെ പല ഇൻകം റേഞ്ച് ഉണ്ടാവും, ഓരോ വർഷവും അത് മാറാം. എങ്കിലും ഒരു ഓവർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. 6 ലക്ഷമാണ് നമ്മളുടെ ടോട്ടൽ ഇന്ത്യൻ ഇൻകം, ഇന്ത്യൻ ജനറേറ്റഡ് ഇൻകം എന്ന് വിചാരിക്കും. എനിവേ ഫോറിൻ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം, മറ്റ് കൺട്രീസിൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം ഇതിൽ ടാക്സബിൾ ആവാം, ആവാതിരിക്കാം. അതിനെപ്പറ്റി ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് ഇന്ത്യൻ ജനറേറ്റഡ് ഇൻകം 6 lakhs. ആ 6 ലക്ഷത്തില് 3 ലക്ഷം രൂപ നമ്മളിവിടെ റെന്റിന് കൊടുത്തിരിക്കുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന്, ബാങ്കിൽ നിന്നുള്ള ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്നതാണ് 3 ലക്ഷം. ബാക്കി 3 ലക്ഷം രൂപ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്തിട്ടോ ഷെയർ സെല് ചെയ്തിട്ടോ വന്നിട്ടുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഒരു ബ്രേക്കപ്പ്. മൊത്തം 6 ലക്ഷത്തിന്റെ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപ ഇൻട്രസ്റ്റ്, റെന്റൽ ഇൻകം ഒക്കെയാണ്. ബാക്കി 3 ലക്ഷം രൂപ നമുക്ക് ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സെല് ചെയ്ത് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണ് ടോട്ടൽ 6 ലക്ഷം. അപ്പൊ ഒരു NRI സംബന്ധിച്ചും അതേപോലെ റെസിഡന്റിനെ സംബന്ധിച്ചും ഈ ആദ്യം പറഞ്ഞ 3 ലക്ഷം ഞാനിവിടെ റെഗുലർ ഇൻകം എന്നാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. റെഗുലർ ഇൻകം എന്ന് പറഞ്ഞാൽ റെന്റൽ, ബിസിനസ് ഇൻകം, ഇൻട്രസ്റ്റ്, അതൊക്കെ. ആ 3 ലക്ഷത്തിന്റെ മുകളിൽ ടാക്സ് വരുന്നില്ല. കാരണം 4 lakhs വരെ നമുക്ക് ബേസിക് എക്സംഷൻ ഉണ്ട്. 4 ലക്ഷം രൂപ വരെ ബേസിക് എക്സംഷൻ ഉള്ളതുകൊണ്ട് മറ്റ് ഇൻകത്തിന് 3 ലക്ഷം ആയതുകൊണ്ട് 4 താഴെ ആയതുകൊണ്ട് അതിൽ ടാക്സ് വരുന്നില്ല. അതേസമയം ഷെയർസിൽ നിന്ന് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഒരു 3 lakhs rupees, 6 ലക്ഷത്തിലെ ബാക്കി 3 ലക്ഷം നമുക്ക് ഷെയർസ് നിന്ന് കിട്ടിയതാണെന്ന് വിചാരിക്കും. ഒരു കൊല്ലത്തിലപ്പുറം നമ്മൾ ഹോൾഡ് ചെയ്താൽ അപ്പൊ ലോങ് ടേം ആണ് ആ പ്രോഫിറ്റ്. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് 1.25 lakhs കുറച്ചിട്ട് ഷെയർ സെല് ചെയ്യുമ്പോൾ നമുക്ക് 1.25 lakhs ഡിഡക്ഷൻ കിട്ടും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 1.75 lakhs ഇവിടെ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ മുകളിൽ 12.5%, 21,875 രൂപയാണ് നമുക്ക് വരുന്ന ടാക്സ്. ഇന്ത്യൻ ഇൻകത്തിന്റെ മുകളിൽ വരുന്ന ടാക്സ് ഒരു NRI സംബന്ധിച്ച്. ഇനി ഇത് തന്നെ ഒരു റെസിഡന്റിന് വരുമ്പോൾ ഇതേ പർട്ടിക്കുലേഴ്സ്, ഇതേ ഫാക്ട്സ്, ഹൗ ഇറ്റ് ഇസ് ഡിഫറെന്റ് ഫോർ എ റെസിഡന്റ്. ഒരു റെസിഡന്റിനെ സംബന്ധിച്ച്
4 ലക്ഷത്തില് 3 ലക്ഷം ഓൾറെഡി അയാൾ മറ്റ് ഇൻകം ടാക്സബിൾ അല്ല. 4 മൈനസ് 3 1 ലക്ഷം രൂപയുടെ എക്സംഷൻ ലിമിറ്റ് കൂടി ആൾ കിടപ്പുണ്ട്. 4 രൂപ വരെയാണ് 4 ലക്ഷം രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടാത്തത്. അതിൽ 3 ലക്ഷം രൂപ ഓൾറെഡി അയാൾ യൂസ് ചെയ്തു, ഇൻട്രസ്റ്റ് ഇൻകം ഹൗസ് പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തു. ബാക്കി 1 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഈ 1 ലക്ഷം രൂപ ഈ റെസിഡന്റിന് ക്യാപിറ്റൽ ഗെയിൻസിന്റെ അഗെയിൻസ്റ്റ് കുറയ്ക്കാം. എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയിൽ അൺഎക്സോസ്റ്റഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് ഷെയർസിനുള്ള പ്രോഫിറ്റ് അഗെയിൻസ്റ്റ് കുറയ്ക്കാം. ഇത് നോൺ റെസിഡന്റിന് അവെയിൽ ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ അർത്ഥം എന്റെ ഇൻകം മുഴുവനും ഈ ഷെയർ സെയിലിൽ നിന്നാന്ന് വിചാരിക്കുക. ഒരു നോൺ റെസിഡന്റിന്റെ ഇൻകം മുഴുവനും, ഞാൻ ആ വർഷം വേറെ എനിക്ക് ഇൻകം ഒന്നുമില്ല, ഇൻട്രസ്റ്റ് ഇൻകം ഇല്ല, ഡിവിഡൻഡ് ഇല്ല, അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു ഇൻകം ഇല്ല. എനിക്ക് ആകെക്കുറെ ഉള്ളത് ഈ ഷെയർസിൽ നിന്നുള്ള ഈ ട്രേഡിംഗ് നടത്തിയിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ടുള്ള ഈ 6 ലക്ഷം രൂപയാണ് വിചാരിക്കുന്നത്. മുഴുവൻ അതിനാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ 6 ലക്ഷത്തിന്റെ മുകളിലും നമ്മൾ 12.5% കൊടുക്കേണ്ട അവസ്ഥ വരും. പക്ഷെ റെസിഡന്റ് ആണെങ്കിൽ ആൾക്ക് ഈ 4 ലക്ഷം രൂപയുടെ ലിമിറ്റ് അവെയിൽ ചെയ്യാൻ സാധിക്കും, ബേസിക് എക്സംഷൻ ലിമിറ്റ് അവെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മളുടെ നോൺ റെസിഡന്റ് ടാക്സ് കമ്പ്യൂട്ടേഷനിൽ ഈ ഒരു ഫാക്ടർ വലിയ വ്യത്യാസം വരുത്താം. നമ്മളുടെ ഇൻകം സ്ട്രക്ചർ അനുസരിച്ച്, ഇൻകത്തിന്റെ കോമ്പണൻസ് അനുസരിച്ച് ഈ ഒരു ബേസിക് എക്സംഷന്റെ അവൈലബിലിറ്റി മാറാം, ടാക്സ് എമൗണ്ടിൽ കാര്യമായ വ്യത്യാസം വരാം. ഇതാണ് ഒരു ബേസിക് എങ്ങനെയാണ് ഒരു ടാക്സ് കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യാൻ സാധാരണഗതിയിൽ ഒരു ബേസിക് ഡീറ്റെയിൽസ് എടുത്ത് ചെയ്തത്. ഈ കാര്യം ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും നമുക്ക് ഇത് സംബന്ധിച്ച് ഒരു ചോദ്യമുണ്ട്. ഈ ക്യാപിറ്റൽ ഗെയിന്റെ അപ്പൊ അത് ആ ഒരു റെസിഡൻസിന് ഒരു 4 ലക്ഷം ഫ്രീ ആണെന്ന് പറഞ്ഞല്ലോ. അതിപ്പോ ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും 4 ലക്ഷം ആപ്ലിക്കബിൾ ആണോ? 4 ലക്ഷം ഉള്ളോ? ഈ 12 ലക്ഷം നമ്മുടെ ലിമിറ്റ് ഇല്ലേ, അതിനകത്ത് 4 ലക്ഷം മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇല്ലേ? 12 ലക്ഷം എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ റേറ്റ് ടാക്സ് ആണ്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചാൽ 12.5 20 നമ്മൾ കണ്ടല്ലോ. ഇത് സ്പെഷ്യൽ റേറ്റ് ആണ്. ഈ സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന് നമുക്ക് 12 ലാക്സിന്റെ ബെനിഫിറ്റ് റെസിഡന്റിനും കിട്ടില്ല. അതേസമയം മറ്റ് ഇൻകം ഇപ്പൊ സ്ലാബ് റേറ്റിൽ ചാർജബിൾ ആയിട്ടുള്ള ഇൻകം ആണെങ്കിൽ നമുക്ക് 12 ലാക്സ് വരെ ടാക്സ് വരില്ല. അപ്പൊ എന്റെ ഈ ഒരു ചോദ്യം, അപ്പൊ 4 ലക്ഷം രൂപ ഒരു റെസിഡൻസിന് 4 ലക്ഷം രൂപ വരെ, അതിപ്പോ ഷോർട്ട് ടൈം ആയാലും ലോങ് ടൈം ആയാലും 4 ലക്ഷം രൂപ അവൈലബിൾ ആണത് അല്ലേ? ഫ്രീ ആണ്. ബാക്കിയുള്ളതിന് ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ. അത് പക്ഷേ NRIക്കില്ല. അവർക്ക് വേറെ ഒരു ഇൻകം ഉണ്ടാവാൻ പാടില്ല. വേറെ ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ലാബ് റേറ്റ് അനുസരിച്ച് അതിന് കമ്പ്യൂട്ട് ചെയ്യണം. മനസ്സിലായി. എല്ലാവർക്കും ക്ലിയർ ആണോ? അത് ഒരു കാൽക്കുലേഷൻസ് സ്ലൈഡ് ആണ്. ബേസിക് കമ്പ്യൂട്ടേഷൻ ആണ്. കാരണം ഇതിലെ എമൗണ്ട് അനുസരിച്ച് ഇതിന്റെ ഓരോന്നിലും വരുന്ന ബ്രേക്കപ്പ് അനുസരിച്ച് നമ്മളുടെ കമ്പ്യൂട്ടേഷൻ ഒക്കെ മാറാം. എങ്കിലും ഹൗ ദ ടാക്സ് റേറ്റ്സ് ഓപ്പറേറ്റ്സ് കറന്റ്ലി എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ തന്നെ കണ്ടാൽ അറിയാം നമുക്ക് ഡിഫറൻസ് ഓഫ് അറൌണ്ട് 13,000. ഇപ്പോൾ ഇത്രയും ചെറിയൊരു ഇൻകം ലെവലിൽ പോലും NRI ആൻഡ് റെസിഡന്റ് നോക്കുവാണെങ്കിൽ there is a difference of around 13,000. Okay. സാറേ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഒരു NRI ആൾക്കൊരു നാട്ടില് ഒരു കമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്ന് ഇൻകം വരുന്നുണ്ട് റെന്റായിട്ട്. അപ്പൊ അതുമ്മേ ടാക്സ് പേ ചെയ്യണതാ? ഇത് ഫുൾ എമൗണ്ടിന് പേ ചെയ്യണം. അപ്പൊ അതില് ഒരു പർട്ടിക്കുലർ മാർജിൻ ഒന്നുമില്ല? ഒരു 4 lakhs above 4 lakhs അല്ല. ഇപ്പോ ഹൗസ് പ്രോപ്പർട്ടി കിട്ടുന്ന ഇൻകത്തിന്
ഓൾറെഡി ഒരു 30% കുറഞ്ഞിട്ട് ബാക്കി എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കൊടുക്കുക. 10 ലക്ഷം ആണെങ്കിൽ അതിന് 30 കുറച്ചിട്ട് 7 ലക്ഷമാണ് നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്ന എമൗണ്ട്. ആ 7 ലക്ഷത്തിൽ നമുക്ക് എത്ര എമൗണ്ട് തൊട്ടിട്ടാണ് കൊടുക്കേണ്ടത്? ഇപ്പൊ ഒരു എവറി മന്ത് 20,000, അപ്പോ ഇയർലി 2.4 lakhs ആണ് ബിൽഡിംഗ് റെന്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അതിന് ഒരു ലിമിറ്റ് ഉണ്ടാ? അപ്പൊ അബവ് 4 lakhs ഇൻകം ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട സ്ലാബ്, ഇപ്പൊ നേരത്തെ ഞാൻ ഇവിടെ ഒന്നുകൂടെ കാണിക്കാം. ഈ ഒരു സ്ലാബാണ് നമുക്ക് വരും. ഇപ്പൊ റെന്റൽ ഇൻകത്തിനൊക്കെ വരാൻ പോകുന്നത് ഈ ഒരു സ്ലാബാണ്. എന്ന് പറഞ്ഞാൽ 4 ലക്ഷം വരെ പുതിയ റിജൈൻ, പുതിയ ടാക്സ് സ്ലാബ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതുകൂടെ പ്രത്യേകം എടുത്ത് പറയാം, പുതിയ ടാക്സ് സ്ലാബ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 4 ലക്ഷം വരെ റെന്റൽ ഇൻകത്തിന് ടാക്സ് വരില്ല. 4 ലക്ഷത്തിന് മേലെ ആണെങ്കിൽ മാത്രമാണ് വരിക. ഈ റേറ്റ് ആയിരിക്കും വരിക. 5, 10, 15, 20, 25, 30 ഇങ്ങനെ വരും. അല്ല, ഇതിപ്പോ ഇതിന് അഡീഷണൽ ആയിട്ട് വേറെ ഇൻകം ഉണ്ടെങ്കിൽ അതൊക്കെ ഈ 4 ലക്ഷത്തിൽ പെടില്ലേ? തീർച്ചയായിട്ടും എവറിത്തിങ് കുട്ടികൾ ക്യാപിറ്റൽ ഗെയിൻസ് ഒഴിച്ച്, നേരത്തെ കണ്ട ഷെയർ സെയിലും ലാൻഡ് സെയിലും ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ള ഇൻകത്തിനാണ് ഈ പറഞ്ഞ 4 ലക്ഷം ബാധകമാകുന്നത്. ഓക്കെ. സാർ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കുറച്ച് 10 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. ചെറിയൊരു ഡൗട്ട്. ഇപ്പൊ ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ടാക്സ് റിട്ടേൺ ചെയ്യില്ല, NRI ആണ്. അപ്പൊ അത് അക്യുമുലേറ്റഡ് ചെയ്യാൻ പറ്റുമോ, ചെയ്യണോ, അതോ ചെയ്യാതിരിക്കണോ? സുജിജിയാണോ അത്? സുജി, നമുക്ക് അങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റ് ചോദിക്കും. ഇപ്പൊ ഈ സ്ലൈഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഇപ്പോ നമ്മൾ ഈ കാണുന്നത് ഈ ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് എക്സംഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മള് ക്യാപിറ്റൽ ഗെയിൻസ് വന്നു, സേ ഒരു 10 lakhs ക്യാപിറ്റൽ ഗെയിൻ ആണ് ഒരു വർഷം വന്നത്. സെയിൽ വാല്യൂ അല്ല, അതുമുള്ള പ്രോഫിറ്റ്. ആ 10 lakhs മുകളിൽ എക്സംഷൻസ് എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ട്. അപ്പോ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ടാക്സ് വന്നിരിക്കുന്നത് ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നതൊക്കെ ലോങ് ടേമിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എക്സംഷൻ ഫീച്ചേഴ്സ് ആണ്. എന്നുവെച്ചാൽ ഷോർട്ട് ടേം ഇതൊന്നും ബാധകമല്ല. നേരത്തെ കണ്ട് 20% അല്ലെങ്കിൽ സ്ലാബ് റേറ്റ് പ്രകാരം നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ലോങ് ടേം പീരീഡിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, 12 മാസം അല്ലെങ്കിൽ 24 മാസം അനുസരിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള അസറ്റ്സിന് വരുന്ന എക്സംഷൻ ബെനിഫിറ്റ് ആണ്. ഇതിൽ ഏറ്റവും അവസാനം കാണുന്നത് 54F എന്ന് എഴുതിയിട്ടുണ്ട്. സെയിൽ ഓഫ് എനി ലോങ് ടേം അസറ്റ് അതർ ദാൻ ഹൗസ് അല്ലെങ്കിൽ ലാൻഡ്. ഏറ്റവും അവസാനം കാണുന്നത് ഇതാണ്. നമുക്ക് പൊതുവെ ഒരു മേജർ ഷെയർ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഷെയർ റിഡംഷനോ ഒക്കെ ഉണ്ടെങ്കിൽ, മേജർ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു ഫീച്ചർ. അതായത് നമ്മൾ ആ ഒരു പ്രൊവിഷനിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ഒരു ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ഒരു വീട് വാങ്ങിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് ഓഫ് 10 lakhs നമുക്ക് എക്സംഷൻ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ പുതിയതായിട്ട് വാങ്ങിക്കുന്ന വീടിന് പുറമെ ഒരു വീട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു 3 വീടുള്ള ആളാണ് 4ാമത്തെ വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൂടാതെ 3 വർഷത്തിനുള്ളിൽ നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ തീർക്കണം. വീട് വാങ്ങിക്കുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വാങ്ങണം. പണിഞ്ഞ വീട് വാങ്ങിക്കുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വാങ്ങണം. അപ്പോൾ ഇത് വൺ ഓഫ് ദി വേസ് ഇൻ വിച്ച് യു ക്യാൻ ഇൻവെസ്റ്റ് യുവർ ഗെയിൻസ് ഫ്രം സെയിൽ ഓഫ് അസറ്റ് in shares, mutual funds, etc. and then take the benefit of exemption. ഈ നമ്മൾ ആദ്യം കാണുന്ന സെയിൽ ഓഫ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ഈ 4 എണ്ണത്തിൽ ഏറ്റവും ആദ്യമുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, അത്
ഇതുപോലെ തന്നെ നമുക്ക് ഈ ബെനിഫിറ്റ്, അതായത് ടാക്സിന്റെ ക്യാപിറ്റൽ, നേരത്തെ പറഞ്ഞു നമ്മളുടെ കയ്യിലുള്ള ഒരു ലാൻഡ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് സെല് ചെയ്യണം. അത് റെസിഡൻഷ്യൽ ബിൽഡിംഗ് സെല് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ്സ് നമ്മൾ മറ്റൊരു റെസിഡൻഷ്യൽ ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എമൗണ്ട് നമുക്ക് എക്സംഷൻ കിട്ടും. മീൻസ് അതിന് ടാക്സ് കൊടുക്കണ്ടെന്ന് അർത്ഥം. ഈ ഒരു മെത്തേഡ് നമുക്കൊരു ഹൗസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, നമ്മളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിൽ ഒരു വീടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ പ്ലാന്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊവിഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ വരുന്നതാണ് ബോൺസ്. ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന ബോൺസ് ഉണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി, ഇലക്ട്രിഫിക്കേഷൻ, REC ബോൺസ്, ഇങ്ങനെയുള്ള ബോണ്ടുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വീട് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അങ്ങനെയുള്ള ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതും നമുക്ക് ടാക്സ് എക്സെംപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ജനറലി നമുക്കൊരു ടാക്സ് ഒഴിവാക്കണം, മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻസ്. ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ എക്സംപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് ബെനിഫിറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് ആണ്. ഇപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഹോൾഡിംഗ് പീരീഡ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ലോങ് ടേമിന് മാത്രമാണ് നമ്മളുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ സെയിൽ നടക്കുന്നതിന് മുൻപ് നമ്മൾ പല ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനോടൊപ്പം ഈ ഒരു ടാക്സേഷൻ ആസ്പെക്ട്സ് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓർ എൽസ് ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ്. കാരണം പിന്നീട് നമുക്ക് അതിനെ ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഡേറ്റ് മാറ്റാനോ അല്ലെങ്കിൽ അതിന്റെ റേറ്റ്സ് ഓൾട്ടർ ചെയ്യാനോ സാധിക്കില്ല. ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ പ്രീ റിഡംഷൻ അല്ലെങ്കിൽ പ്രീ സെയിൽ നമ്മൾ ഈ ഒരു ഇഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നെക്സ്റ്റ് മെയിൻ കാര്യം നമ്മളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നവരായിരിക്കും, നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമുക്കറിയാവുന്നതാണ് പലപ്പോഴും ഈ 182 days എന്ന് പറയുന്ന ആ ഒരു ഗോൾഡൻ റൂൾ അല്ലെങ്കിൽ ഗോൾഡൻ റൂൾ നമുക്ക് പലപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ്, ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളതാണ്. അപ്പോ അതില് ഇവിടെ വ്യത്യാസം വരുന്നത് നമ്മള് ഈ ഒരു കാര്യത്തിലാണ്. അപ്പൊ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മളുടെ റെസിഡൻസിനെ ഇന്ത്യൻ ഇൻകം ടാക്സ് ലോ പ്രകാരം 3 കാറ്റഗറിയാണ്. 2 കാറ്റഗറി നമ്മൾ പൊതുവിൽ പറയും, റെസിഡന്റ്, നോൺ റെസിഡന്റ്. ഇതിന്റെ ഇടയിലൊരു കാറ്റഗറി ഉള്ളത് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അവിടെ നിന്ന് പുറപ്പെട്ടു പക്ഷെ ഇവിടെ എത്തിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാറ്റഗറിയാണ് റെസിഡന്റ് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പോ ആദ്യത്തെ റെസിഡന്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും 182 days ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 182 days അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തിൽ 60 ദിവസവും അതിന് മുൻപുള്ള 4 വർഷങ്ങളിൽ 365 ദിവസവും താമസിച്ചാലും റെസിഡന്റ് ആവും. 182 days ആണ് പൊതുവെ പറയുന്നതെങ്കിലും അത് മാത്രമല്ല നമ്മളുടെ റെസിഡൻസി റൂള്. കഴിഞ്ഞ വർഷം 60 ദിവസം, അതിന് മുൻപുള്ള 4 വർഷങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ 365 ദിവസം. അങ്ങനെ വന്നാലും നമ്മൾ റെസിഡന്റ് ആവും. അതിനോടൊപ്പം 2 അഡീഷണൽ കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ഈ റെസിഡന്റ് ഓർഡിനറി റെസിഡന്റ് ആവും. അതാണ് താഴെ കൊടുത്തിരിക്കുന്ന അഡീഷണൽ കണ്ടീഷൻ. He must be resident in at least 9 out of 10 preceding year and greater than 730 days in the preceding 7
ഫിനാൻഷ്യൽ ഇയർ. അപ്പൊ 10 വർഷത്തിൽ 9 കൊല്ലം റെസിഡന്റ് ആവുന്നു, 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ താമസിക്കും. ഇങ്ങനെ വന്നാൽ അയാള് റെസിഡന്റ് ആണ്, ഒപ്പം ഓർഡിനറി റെസിഡന്റ് ആണ്. അതേസമയം ഈ രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ അയാൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ റെസിഡന്റ് ആണ്, പക്ഷെ ഈസ് എ നോട്ട് ഓർഡിനറി റെസിഡന്റ്. ഇതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി. പലപ്പോഴും നമ്മൾ അവിടെ താമസിച്ച് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരും, ഇപ്പൊ അവിടെ നിന്ന് ബേസ് മാറ്റുന്നു, അവിടെ നിന്ന് സെറ്റിലായി ഇവിടെ വന്ന് താമസിക്കുന്നു, അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോഴാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി പ്രത്യേകിച്ച് റെലവെന്റ് ആവുന്നത്. അപ്പോ നമ്മൾ റീലൊക്കേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് പലപ്പോഴും ഈ ബാങ്കിനൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്, നമ്മൾ റെസിഡൻസ് സ്റ്റേറ്റസ് മാറ്റി കൊടുക്കാറൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ നോക്കിയിട്ട് വേണം അത് ഡിസ്ക്ലോസ് ചെയ്യാൻ. കാരണം നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ ഈ സ്റ്റേറ്റസ് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. പല ആളുകളും നമ്മളുടെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു കാര്യത്തിന് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് തെറ്റായി കൊടുത്താൽ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിൽ തെറ്റായി കൊടുത്താൽ ടാക്സ് ഇംപ്ലിക്കേഷൻ വരുമെന്ന് മാത്രമല്ല, പിന്നീട് TDS അടക്കം, ഇപ്പോൾ നോൺ റെസിഡന്റിന് പകരം റെസിഡന്റിന് കൊടുത്താലും TDS അടക്കം ഇംപ്ലിക്കേഷൻസ് വരാം. നാളെ അതൊരു നോട്ടീസ് അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റോ ഒക്കെ വരാനുള്ള സാധ്യതകൾ ഓപ്പൺ ആണ്. സോ ബി വെരി കെയർഫുൾ വെൻ യു ഡിക്ലെയർ യുവർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇൻ യുവർ ഇൻകം ടാക്സ് റിട്ടേൺസ്. ഒരു ഡൗട്ട്, നമ്മളിപ്പോ ഈ RNOR ബേസിക്കലി ഒരു NRI ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ PIS റൗട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എക്സോസ് ഡിഡക്ഷനിൽ വരുന്ന ഒരു കാൽക്കുലേഷൻ അവിടെ PIS ബാങ്ക് ചെയ്യുമല്ലോ. അപ്പൊ അവരുടെ പ്രോഫിറ്റ് അബോവ് 15 lakhs വന്നാൽ എന്ത് ചെയ്യും ഇയർലി? അതായത് 15 lakhsന് മേലെ ഇന്ത്യൻ ഇൻകം വരുന്ന കേസാണോ പറയുന്നത്? അല്ല, ഇന്ത്യൻ ഇൻകം അല്ല ഞാൻ പറയുന്നത്, പ്യൂർലി ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് 15 lakhsന് മുകളിൽ വന്നാൽ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവര് ഇൻകം ടാക്സ് സ്ലാബ് 15ന്റെ മുകളിൽ വരുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ലാബിലേക്ക് വരുമോ, അതോ ദേ കൺസിഡർ ആസ് NRI? 15 അല്ലേ പറഞ്ഞു, 15 അല്ലേ പറഞ്ഞു? 15 ആ താഴെ നോട്ട് കൊടുത്തിട്ടില്ലേ 15 lakhs? അതെ അതെ. അപ്പൊ ഇപ്പോ നേരത്തെ പറഞ്ഞ ഷെയർ സെയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഷെയർസ് ആണല്ലോ അയാളുടെ, അതെ, ഇന്ത്യൻ മാർക്കറ്റാണ്. അപ്പൊ 15 lakhs സോ ഈസ് ഏർണിംഗ് ഫ്രം ഇന്ത്യൻ സോഴ്സസ് ആൻഡ് നോട്ട് ടാക്സബിൾ ഇൻ എനി അതർ കൺട്രി. ഓക്കെ, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈപ്പോത്തറ്റിക്കലി ഒരു ഇൻവെസ്റ്റർ 20 lakhs പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ത്രൂ PIS. ആ 20 lakhsന്റെ ഷോർട്ട് ടേം ഓർ ലോങ് ടേം ഗെയിൻ ബാങ്ക് ഡിഡക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്റെ ചോദ്യം, ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവര് ഇന്ത്യൻ ITI റൂൾ പ്രകാരം അവർക്ക് വീണ്ടും ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണോ ഇന്ത്യയിൽ? അതായത് PISൽ നമ്മൾ എന്ത് ടാക്സ് എടുത്തോ അതിന് പുറമെ വീണ്ടും ഈസ് ലയബിൾ ടു പേ ടാക്സ്. പുറമെയല്ല സർ, മറ്റേ TDS പിടിച്ചാൽ നമ്മൾ ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യല്ലേ ചെയ്യുന്നത്. പുറമെയല്ല. ഇപ്പൊ ബാങ്ക് ഓൾറെഡി TDS പിടിക്കുന്നു, ഫണ്ട് ഹൗസ് പിടിക്കുന്നു. ബാങ്ക് PIS ആവുമ്പോൾ ബാങ്ക് എടുക്കുന്നു. ബാങ്ക് 15 lakhsന്റെ ഞാൻ ചോദിക്കുന്ന ടാക്സബിൾ ആണ്, പ്രോഫിറ്റ് അല്ല. ഞാൻ ചോദിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ടാക്സ് സ്ലാബിന് അല്ലെങ്കിൽ ഓക്കെ നമുക്ക് പ്രോഫിറ്റും കൂട്ടാം. അപ്പൊ പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു സ്ലാബിലേക്ക് അപ്പൊ ഈ കാറ്റഗറി മാറുമെന്ന് എന്റെ ഡൗട്ട്. 15 lakhsന് മേലെ പ്രോഫിറ്റ് ആണ് വരുന്നത്. ഞാൻ സെയിൽ കൺസിഡറേഷൻ അല്ല പറയുന്നത്, പ്രോഫിറ്റ് ആണ് പറയുന്നത്. പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് 15 ലക്ഷത്തിന് മേലെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ നമ്മൾ ഇവിടെ റെസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ സ്ലാബിലേക്ക് മാറും. പിന്നെ സ്ലാബ് ആവണമെന്നില്ല. അതിപ്പോ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ സ്ലാബ് അല്ല, 12.5 അല്ലെങ്കിൽ 20% അല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹൈപ്പോത്തറ്റിക്കലി 15 lakhsന് പകരം 30 lakhs ആയിരുന്നു കൂട്ടാം.
അങ്ങനെ വരുമ്പം ഇതേ 12.5 അല്ലെങ്കിൽ 20% തന്നെ നിൽക്കുമോ അതോ? അതെ അതെ അതെ, അത് തന്നെ നിൽക്കും. കാരണം അതാ ചോദിച്ചത്. ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന് ആ പറഞ്ഞ സ്ലാബ് റേറ്റ് വരില്ല, സ്പെഷ്യൽ റേറ്റ് ആണ്. അതേസമയം ആ ഇൻകത്തിൽ മറ്റ് ഇൻട്രസ്റ്റ് പോലുള്ള മറ്റ് എലമെന്റ്സ് ഉണ്ടെങ്കിൽ സ്ലാബ് റേറ്റിന്റെ ബെനിഫിറ്റ് എടുക്കാം. അല്ല, അങ്ങനെ വരുമ്പം ഇപ്പൊ ഇതേ കസ്റ്റമർക്ക് അല്ലെങ്കിൽ ഇതേ ഒരു ഇൻവെസ്റ്റർക്ക് ഫോർ എക്സാമ്പിൾ ഡിവിഡൻ ടാക്സ് കിട്ടുന്നുണ്ടെന്ന് കിട്ടുമ്പോൾ അത് നമുക്ക്, കാരണം 50 lakhs മുകളിൽ ഒരു വർഷം ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ എഡ്സോസ് ഡിഡക്ഷൻ 20 വരുന്നുണ്ടല്ലോ NRIs-ന്. അപ്പൊ അത് ഏത് സ്ലാബിലേക്കാണ് വരാൻ പോകുന്നത്? നേരത്തെ കണ്ട 0 to 4 lakhs, 4 to 8, ആ സ്ലാബിലേക്ക് വരും. ഓക്കെ. ഓക്കെ, ഇതിൽ നമ്മളുടെ ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. കാരണം DTA എന്ന് പറയുന്ന പ്രൊവിഷൻസ് അത് തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പലതരത്തിലുള്ള കണ്ടീഷൻസ്, ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഒരു DTA വരുന്നത്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ്. അപ്പം അത് തന്നെ കൺട്രി ടു കൺട്രി ഡിഫറെന്റ് ആണ്. US-ലുള്ള റൂൾസ് അല്ല ഓസ്ട്രേലിയ ആയിട്ട് വരുന്നത്. അപ്പൊ ഓരോ കൺട്രി ആയിട്ട് നമ്മൾ എൻറ്റർ ചെയ്തിട്ടുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അനുസരിച്ചാണ് ഓരോ ഹെഡ് ഓഫ് ഇൻകവും ടാക്സബിൾ ആണെങ്കിൽ അത് എന്ത് റേറ്റ് ആണ് ടാക്സബിൾ, ഇന്ത്യയിലാണോ ടാക്സ് റേറ്റ് വരുന്നത്, നമ്മളുടെ റെസിഡൻസിലാണോ, കൺട്രി ഓഫ് റെസിഡൻസിലാണോ ടാക്സ് റേറ്റ് വരുന്നത്, ഒക്കെ ഈ ഒരു DTA വിത്ത് ദാറ്റ് സ്പെസിഫിക് കൺട്രീനനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവിലെ റൂൾ ഇതിന് പറയുക ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളൊരു US റെസിഡന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, ഇതേ ആള് തന്നെ ഒരു UAE റെസിഡന്റ് ആണ്, ഇവിടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ രണ്ടുപേർക്കും ടാക്സ് റേറ്റ് എത്ര വരും എന്ന് ചോദിച്ചാൽ there is no straight answer to that, because that will depend on the relevant clauses of the double taxation agreement with the country. അപ്പം അത് നോക്കാതെ നമുക്ക് ഒരിക്കലും ഫൈനൽ ടാക്സിബിലിറ്റി എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല ഫോറിൻ NRI. പക്ഷെ പൊതുവിൽ നമ്മൾ വരുന്ന DTA ഓൺ ഷെയർസ്, മറ്റ് ഐറ്റംസ് ഇവിടെ എടുത്തിട്ടില്ല, ഓൺ ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇവിടെ ഈ ഒരു ബോക്സിൽ കവർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം മിഡിൽ ഈസ്റ്റ്, UK, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ ഒക്കെ. ഈ ആർട്ടിക്കിൾ 13 DTA നോക്കിയാൽ പല ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ റെന്റൽ ഇൻകം വരികയാണെങ്കിൽ അതിലൊരു ആർട്ടിക്കിൾ ആണ്, ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അതിന് വേറൊരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ക്യാപിറ്റൽ ഗെയിൻസ് നമ്മൾ പറയുന്ന ഈ പറഞ്ഞ ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് എല്ലാം വരുന്നത് ക്യാപിറ്റൽ ഗെയിൻസിലാണ്. ആ ക്യാപിറ്റൽ ഗെയിൻസ് വരുന്നത് പൊതുവെ ആർട്ടിക്കിൾ 13 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 13 അനുസരിച്ച് ഫോർ countries like UAE, Qatar, etc., mutual funds are covered under other assets. ഈ ആർട്ടിക്കിൾ അതർ അസറ്റ്സ് ആണ് മ്യൂച്വൽ ഫണ്ടിന്റെ കാറ്റഗറി. അതർ അസറ്റ്സ് ആണ് നിങ്ങൾ സെൽ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പ്രോഫിറ്റ്സ് കൺട്രി ഓഫ് റെസിഡൻസിൽ എന്താണോ ടാക്സ് അതാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ UAE റെസിഡന്റ് ആണെങ്കിൽ UAE റെസിഡന്റിന്റെ അവിടുത്തെ ടാക്സ് റേറ്റ് നില്ലാണെങ്കിൽ ആ നിൽ റേറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഫോർ മ്യൂച്വൽ ഫണ്ട്സ്. പക്ഷെ ഇതേ റൂൾ അല്ല മറ്റ് ക്യാപിറ്റൽ അസറ്റ്സിന് വരിക. ഇവിടെ ഞാൻ പറഞ്ഞത് ടൈപ്പ് ഓഫ് അസറ്റ്സ് നോക്കണം, അതിനെ സംബന്ധിക്കുന്ന ആർട്ടിക്കിൾ നോക്കിയാൽ മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുക. ഉദാഹരണത്തിന് ലാൻഡുകൾ നിൽക്കുകയാണ്, ഇതേ നോൺ റെസിഡന്റ് തന്നെ ലാൻഡാണ് സെൽ ചെയ്യുന്നത്. അവിടെ ഈ സോഴ്സ് കൺട്രിയിലാണ് ടാക്സ് റേറ്റ് വരും എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് എവിടെ സ്ഥിതി ചെയ്യുന്നോ അവിടുത്തെ റേറ്റ്. ഇന്ത്യയിലെ ടാക്സ് റേറ്റ് ആണ് അതിന് ബാധകമാകുന്നത്. ഷെയർസ് സെൽ ചെയ്യുന്നു, യു സെല്ലിംഗ് ഷെയർസ്, ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർ സെൽ ചെയ്യുമ്പോൾ അഗെയിൻ സോഴ്സ് കൺട്രിയാണ്
ഇവിടെ ഇന്ത്യയിലുള്ള ടാക്സ് റേറ്റ്സ് അനുസരിച്ചുള്ള ടാക്സ് റേറ്റ് ആണ് ബാധകമാവുന്നത്. അതർ അസറ്റ്സ് എന്ന് പറയുന്നത് സ്ഥലത്ത് മ്യൂച്വൽ ഫണ്ട് കവേർഡ് ആയതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് സെല് ചെയ്യുമ്പോൾ UAE റേറ്റ് ആണ് ബാധകമാവുക, വിച്ച് പ്രസന്റ്ലി ഈസ് നിൽ. സോ യു ഡോണ്ട് ഹാവ് എ ടാക്സ് ഓബ്ലിഗേഷൻ. അപ്പോ എപ്പോഴും ഈ DTA നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ സെല് ചെയ്യുന്ന അസറ്റ് ഏതാണ് എന്ന് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ടാക്സേഷൻ ഓർ നോൺ അവൈലബിലിറ്റി ഓഫ് ടാക്സ് നമ്മൾ തീരുമാനിക്കേണ്ടത്. കൺട്രി ഓഫ് റെസിഡൻസ് ആസ് വെൽ ആസ് ദി DTA വിത്ത് ദ കൺട്രി മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. രണ്ട് ഓപ്ഷൻസ് ആണ് ഒരു NRI സംബന്ധിച്ചുള്ളത്. ഒന്നുകിൽ DTA പ്രകാരം ബെനിഫിഷ്യൽ ആണെങ്കിൽ അതിന്റെ ബെനിഫിഷ്യൽ റേറ്റ് എടുക്കുക. ചില ഹെഡ്സ് ഓഫ് ഇൻകം രണ്ട് സ്ഥലത്തും ടാക്സബിൾ ആവാറുണ്ട്. കൺട്രി ഓഫ് റെസിഡൻസിലും ടാക്സബിൾ ആവും, സോഴ്സ് കൺട്രിയിലും ടാക്സബിൾ ആവും, ഇന്ത്യയിലും ടാക്സബിൾ ആവും, US-ലും ടാക്സബിൾ ആവും. അങ്ങനെ വരുന്ന സമയത്ത് DTA ഉള്ള കൺട്രി ആണെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ ഗെറ്റ് എ ഫോറിൻ ടാക്സ് ക്രെഡിറ്റ്. US-ൽ ഫയൽ ചെയ്യുന്ന സമയത്ത് you can get a credit of the amount that is paid in India. ഇവിടെ 1 ലക്ഷം ടാക്സ് പേ ചെയ്തു, അവിടെ ഇതേ ഐറ്റം അവിടെയും ടാക്സബിൾ ആണ്. അപ്പൊ 1.25 lakhs ആണ് ടാക്സ് വരുന്നത്. ഈ 1 lakhs-ന്റെ പ്രൊപ്പോർഷണൽ എമൗണ്ട് നമുക്ക് അവിടെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യും. അപ്പൊ DTA ഉണ്ട് ഉള്ളത് കൊണ്ട് മാത്രം ടാക്സ് കൊടുക്കേണ്ട ഒരിക്കലും നമ്മൾ അതിനെ റീഡ് ചെയ്യരുത്. DTA പറഞ്ഞിരിക്കുന്ന ടാക്സ് ബെനിഫിറ്റ് എന്താണോ ആ ടാക്സ് ബെനിഫിറ്റ് നമുക്ക് അവൈൽ ചെയ്യാം. ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുക. ആ ബെനിഫിറ്റ് എടുക്കാനായിട്ട് നമ്മൾ ആ DTA ബെനിഫിറ്റ് എടുക്കാനുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊസീജിയർ ആണ് മുകളിൽ ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. റിക്വസിറ്റ്സ് ഫോർ ക്ലെയിമിംഗ് DTA ബെനിഫിറ്റ്സ്. സോ നമുക്ക് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ഫോർ ക്ലെയിമിംഗ് ഇസ് TRC. അപ്പോൾ അതിന്റെ റിലേറ്റഡ് കോസ്റ്റ് ഉണ്ട്. ഓരോ കൺട്രിയിലും ആ TRC എടുക്കാനുള്ള കോസ്റ്റ് വേറെയാണ്. സോ ദാറ്റ് കംസ് വിത്ത് എ കോസ്റ്റ്. ആൻഡ് ഹി ഹാസ് ടു ഫയൽ ഫോം 41. ഈ ഫോം 41 ഫയൽ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഇൻകം ടാക്സിന്റെ സൈറ്റിലാണ് ഫോം 41 ഫയൽ ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വൈൽ ഫയലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺസ് ഇൻ ഇന്ത്യ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഫോം 41 TRC എല്ലാം അറ്റാച്ച് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് യു ക്യാൻ ഗെറ്റ് ദി DTA ബെനിഫിറ്റ് ഇഫ് ഇറ്റ് ഇസ് ബെനിഫിഷ്യൽ ഫോർ ദി NRI. പക്ഷെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ TRC എടുക്കാനുള്ള കോസ്റ്റും അതെല്ലാം കൂടി കൺസിഡർ ചെയ്ത് ചെറിയൊരു എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസോ ടാക്സേഷനോ ആണ് വരുന്നതെങ്കിൽ കമ്പയർഡ് ടു ദ TRC cost, then you can better leave it. But if it is substantial, then definitely ആ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുൻപ് ആ ഒരു പീരീഡിന് വേണ്ടിയിട്ട് എടുത്ത് TRC എടുത്ത് അതനുസരിച്ച് you can get the benefit of double taxation avoidance agreement. സർ, ഈ TRC ഡോക്യുമെന്റ് എല്ലാ വർഷത്തേക്കും സെപ്പറേറ്റ് എടുക്കേണ്ടതാണല്ലോ അല്ലെ? ടാക്സ് പീരീഡ് ഉണ്ട്. കാരണം എപ്പോഴും TRC ഒരു ടാക്സ് പീരീഡിലേക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. ആ ടാക്സ് പീരീഡ് ഏതാണോ ആ പീരീഡ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അടുത്ത പീരീഡിലേക്ക് നമ്മളത് എടുക്കണം. ഓക്കെ സർ, അതില് ഒരു പല കൺട്രീസ് ഇപ്പം പ്രത്യേകിച്ചിട്ട് UAE-ല് നമുക്ക് TRC ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞ വർഷം മുതൽ റൂൾ വന്നത് 180 ഡേയ്സിൽ കലണ്ടർ ഇയർ നിന്നാലേ നമുക്ക് TRC ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോ ഒരു ഇൻവെസ്റ്റർ ജാനുവരിയിൽ സെല് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാ ബൈപ്പാസ് ചെയ്യാൻ പറ്റുക? ഈ 180 ഡേയ്സിന്റെ പ്രീവിയസ് ഇയർ അല്ലേ നോക്കുന്നത്? അല്ല, ആ പെർട്ടിക്കുലർ കലണ്ടർ ഇയർ എന്നാണ് ആ സൈറ്റിൽ കാണിക്കുന്നത്. പ്രീവിയസ് ഇയർ അല്ല. അതായത് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ കലണ്ടർ ഇയർ 180 ഡേയ്സ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് UAE പാസ് ത്രൂ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഓൺലൈനിൽ. അങ്ങനെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ കഴിയുമ്പോഴേ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മളിപ്പോ ആരെങ്കിലും ജാൻ ഫെബ് മാർച്ച് മാസങ്ങളിൽ സെല് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും നമുക്ക്
ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഈ TRC ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ TRCയുടെ വാലിഡിറ്റി പീരീഡ് വിൽ ബി ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഫോർ ദ നെക്സ്റ്റ്. അല്ല, അതാണ് ചോദിക്കുന്നത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ ഈ വാലിഡിറ്റി ഫോർ വൺ പെർട്ടിക്കുലർ കാലണ്ടർ ഇയർ എന്നുള്ളതാണോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുന്നത്? അല്ല, കലണ്ടർ ഇയറിനേക്കാൾ നമ്മളിവിടെ റെലവൻസ് ആ ട്രാൻസാക്ഷൻ നടക്കുന്ന പീരിയഡ് ഈ TRCയിൽ പറയുന്ന പീരീഡിൽ കവേർഡ് ആണോ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അതായത് ചോദിച്ചാൽ, അങ്ങനെ വരുമ്പോൾ ജാനുവരി എന്നുള്ള മാസത്തിൽ അല്ലെങ്കിൽ ജാൻ ഫെബ് മാർച്ച് നമ്മളിപ്പം ഫയൽ ചെയ്യുന്ന സമയത്ത് ഏപ്രിലിൽ ഫയൽ ചെയ്യുമ്പോൾ ജാൻ ഫെബ് മാർച്ച് എന്നുള്ള ഹൈപ്പോത്തറ്റിക്കലി നമുക്ക് ഈ ഫിനാൻഷ്യലിന്റെ എടുക്കാം. നമ്മൾ അടുത്ത 27 ജാനുവരിയിൽ മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യാന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് 25-26 എന്താണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്, 26-27 നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ ആയിരിക്കില്ല ഇന്ത്യൻ ഗവൺമെന്റ് നമ്മളിപ്പോൾ IT ഫയൽ ചെയ്യുന്നത്. പക്ഷേ UAE പാസിൽ, അതായത് നമ്മൾ ഈ UAE വെബ്സൈറ്റ് ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പ് ത്രൂ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു ക്ലോസ് 27 കലണ്ടർ ഇയർ എന്ന് പറയുമ്പോൾ 27 ജാൻ ടു 27 ഡിസംബർ ആണല്ലോ. അവിടെ നമുക്കത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഡിസംബറിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാലിഡിറ്റി അടുത്ത ഒരു വർഷത്തേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുമോ എന്നുള്ളതാണ് ഡൗട്ട്. TRC ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന വാലിഡിറ്റി എങ്ങനെയാണ്? ആ പെർട്ടിക്കുലർ കലണ്ടർ ഇയർ മാത്രം, കഴിഞ്ഞു പോയ കലണ്ടർ ഇയർ. നമ്മള് അതായത് 26 ആണെങ്കിൽ 26 ജാൻ ടു ഡിസംബർ ആണ് അതിന്റെ വാലിഡിറ്റി. അതായത് ആ 180 ഡേയ്സ് നമ്മൾ എപ്പോൾ കഴിയണോ അന്നാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ വാലിഡിറ്റി വിൽ ഗെറ്റ് എക്സ്പയർഡ് ബൈ ഡിസംബർ 2026. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇപ്പം നമുക്ക് ഇപ്പം ഈ കറന്റ് ഫിനാൻഷ്യൽ ഇയറിന്റെ ഫയൽ ചെയ്യുമ്പോൾ ഈ ഒരു സംഗതി എങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യാൻ പറ്റുക? Okay, see, my understanding was നമ്മൾ ഇത് ഈ TRCയിൽ ചെയ്യുമ്പോൾ പ്രീവിയസ് കലണ്ടർ ഇയർ വെച്ചിട്ടാണ് ഇത് കൊടുക്കണമെന്നുള്ളതാണ്. ആയിരുന്നു 2024 വരെ അങ്ങനെയായിരുന്നു UAE ചെയ്തത്. പക്ഷെ 2025 എന്ത് പറ്റിയെന്ന് വെച്ചാൽ 2024 വരെ കറക്റ്റ് ആണ് സർ പറഞ്ഞത്. 2025 അവര് UAE ഗവൺമെന്റ് കലണ്ടർ ഇയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പം പ്രാക്ടിക്കലി കലണ്ടർ ഇയറിലേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തി അറ്റ്ലീസ്റ്റ് സെപ്റ്റംബർ വരെ ലീവ് ഒന്നും, അതായത് നാട്ടിലേക്കൊന്നും പോവാതെ നിന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷൻ വരുള്ളൂ. കാരണം 180 ഡേയ്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ സിസ്റ്റം റിജക്ട് ചെയ്യും. ഓക്കെ, ഫൈൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു TRC കിട്ടണമെങ്കിൽ ഒക്ടോബർ എങ്കിലും ആവാണ്ട് കിട്ടാനേ പറ്റില്ല എന്നാണ് പറയുന്നത്. അതാ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യൻ ഗവൺമെന്റിലേക്ക് നമുക്ക്, അതായത് IT ഫയൽ ചെയ്യുന്ന സമയത്ത് അടുത്ത ഫൈനാൻഷ്യൽ അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മൾ കലണ്ടർ എടുക്കുമ്പോൾ ജൂൺ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ചെയ്യാമല്ലോ. ജൂണിൽ പക്ഷെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്? ജൂലൈ ആണോ? ജൂലൈ ആണ്. അപ്പൊ ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ നമ്മൾ ചെയ്തിരിക്കണം അല്ലെ? ജൂൺ ആണല്ലോ 180 ഡേയ്സ്. ഓക്കെ. ഇനി ജൂലൈ ആണ്, പക്ഷെ എക്സ്റ്റെൻഡ് ടൈം പീരീഡ് നമുക്ക് റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നമുക്ക് മാർച്ച് വരെയും പിന്നീട് ഫയൽ ചെയ്യാൻ ഡിസംബർ വരെ ടൈം ഉണ്ട്. വിത്ത് നോമിനൽ ലേറ്റ് ഫീ 1000 രൂപ ഒക്കെ 5000 rupees വരെ ലേറ്റ് ഫീ കൊടുത്താൽ യു ക്യാൻ ഫയൽ അപ് ടു ഡിസംബർ. ആ പ്രൊവിഷൻ ഇൻഡിവിജ്വലിനുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ. സോ ഇപ്പം ഈ ഒരു പറഞ്ഞ ടൈം ഗ്യാപ്പ് ഫ്രം മൈ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് കാരണം ഇത്രയും വളരെ എനിക്കറിയില്ല എത്ര നാൾക്കുള്ള കിട്ടാൻ, ബട്ട് ദർ ഇസ് എ ടൈമിംഗ് കിട്ടില്ല. 2024 വരെ എളുപ്പമായിരുന്നു. കാരണം നമുക്ക് ഈ നമ്മുടെ നാട്ടിലത്തെ കലണ്ടർ ഇയറും ഇവിടുത്തെ കലണ്ടർ ഇയറും മിസ്മാച്ച് വരില്ലായിരുന്നു. ഇവരിപ്പോ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ജാൻ ടു ഡിസംബർ എന്നുള്ളത്. അതാണ് ഇപ്പം പുതിയ കിട്ടാറുള്ളത്. അതായത് ഇപ്പം പ്രത്യേകിച്ച് UAE പാസ് ആവുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12 വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് ഇമെയിൽ. അല്ല ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. സർ, ഒരു ഡൗട്ട്. ഇപ്പൊ ദീപക് ജി പറഞ്ഞില്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മളൊരു TRC ഈ വർഷം എടുത്തു, അതായത് ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് എടുത്തു. അതിപ്പോ നമ്മള് നെക്സ്റ്റ് ഇയറിൽ ഏപ്രിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കാണിക്കാൻ പറ്റും. പുതിയ പിന്നെ പ്ലീസ്. പക്ഷെ നമ്മുടെ സെയിൽ നടന്ന ടൈം പീരീഡ് ഈ പറഞ്ഞ കലണ്ടറിനുള്ളിൽ ആണെങ്കിലാണല്ലോ ഈ TRC വാലിഡ് ആവുള്ളൂ.
അതായത് ഈ 2027 സെയിൽ ആയിട്ടുണ്ട്, അല്ലാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഒക്കെ റിഡംഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നെക്സ്റ്റ് ഇയർ പിന്നെ ടാക്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഒരു ഡോക്യുമെന്റ് ആയിട്ട് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതെ, അപ്പൊ അത് 27 ആ TRC എടുക്കേണ്ടി വരും. 26 TRC അപ്പൊ അതില് ആ പീരീഡിലേക്ക് ഹോൾഡ് ചെയ്യില്ലല്ലോ. ഓക്കെ, നമ്മള് ടൈം ഓഫ് സെയിൽ ക്രൂഷ്യൽ ആവും. ഇപ്പം ദീപക് ജി പറഞ്ഞതുപോലെ ടൈം ഓഫ് സെയിൽ ക്രൂഷ്യൽ ആവും. ജനുവരിയിൽ നടക്കുന്ന സെയിൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ജൂണിൽ നടക്കുന്ന ജൂലൈയിൽ നടക്കുന്ന സെയിൽ ആണെങ്കിൽ ഡിസംബറിലുള്ള സെയിൽ ആണെങ്കിൽ മാത്രം ആ ഇയറിന്റെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു. Again, regarding the TDS applicability, നേരത്തെ നമ്മൾ പല റേറ്റ്സ് കാര്യം സംസാരിച്ചു. 20%, 30% applicable, 12.5% ഒക്കെ നമ്മൾ സംസാരിച്ചു. ബട്ട് ദിസ് വൺ, ഈ ലോവർ TDS, ഇപ്പൊ നമ്മൾ നേരത്തെ ഇത് കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യുക ഫോർ ബിഗ് ഇൻവെസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ബിഗർ റിഡംഷൻ ഒക്കെ വരുന്ന സമയത്ത് സൈസബിൾ എമൗണ്ട് ആണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു വീട് സെയിൽ ചെയ്യാണ്, ഒരു 1 crore അല്ലെങ്കിൽ 1.2 crores-നാണ് ആ സെയിൽ നടക്കുന്നത്. So the buyer is forced to deduct tax at the rate of 12.5%. ലോങ് ടേം പ്രോപ്പർട്ടി ആണെങ്കിൽ, NRI, നമ്മളൊരു NRI ഇൻവെസ്റ്റർ ആണ്, നമ്മളുടെ ഒരു വീടാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ, ബയർ വിൽ ബി ഡിഡക്ടിങ് ടാക്സ് അറ്റ് 12.5%. 1 crore-ന്റെ 12.5%. അവിടെ കൺസിഡറേഷന്റെ മുകളിലാണ് ടാക്സ് വരുന്നത്, പ്രോഫിറ്റിന്റെ മുകളിലല്ല. So which itself will be some 12.5 lakhs plus surcharge plus cess എല്ലാം കൂടി ചേർത്ത് it will be around 13 lakhs. But 13 lakhs the buyer is supposed to deduct and remit it to the government as TDS. അപ്പൊ നമ്മളുടെ പേരിൽ നമ്മുടെ പാൻ ഡീറ്റെയിൽസ് അപ്പൊ ഈ 13 lakhs എമൗണ്ട് ആണ് നമ്മൾ പിന്നീട് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ അത് ഓഫ്സെറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ ടാക്സ് ലയബിലിറ്റി ആയിട്ട് ഓഫ്സെറ്റ് ചെയ്യേണ്ടത് ഈ 13 lakhs എമൗണ്ട് ആണ്. പക്ഷെ നമ്മളുടെ പ്രോഫിറ്റ്, actual profit on this sale could be something like 20 lakhs. Just telling some approximately. അപ്പൊ 20 ലക്ഷത്തിന്റെ മുകളിൽ 12.5% എന്ന് പറയുന്നത് it is some 2.5 or 3 lakhs. 3 ലക്ഷം മാത്രം ടാക്സ് ലയബിലിറ്റി വരുന്ന ഒരു ട്രാൻസാക്ഷന് TDS ഡിഡക്ട് ചെയ്യുന്നത് 13 lakhs ആയി. Because it is done on the gross amount, not on the net profit. ഈ ഒരു ചാലഞ്ച് പലപ്പോഴും ഇപ്പോ ഞാനൊരു റിയൽ എസ്റ്റേറ്റിൽ മാത്രമാണ് പറഞ്ഞത്, അപ്പൊ അതുപോലുള്ള മറ്റ് ട്രാൻസാക്ഷൻസ് ഇത് വരാം. സോ ഇൻ സച്ച് കേസസ് ദർ ഇസ് എ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ്, ലോവർ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫോം 128 ആണ് അതിന് വേണ്ടിയിട്ട് ഫോം. ഓഫ്കോഴ്സ് ഇത് അത്ര എളുപ്പത്തിൽ ഇത് എസ്റ്റിംഗ് ഓഫീസർ സാറ്റിസ്ഫൈഡ് ആവാറില്ല. പലപ്പോഴും ഈ കംസ് ബാക്ക് വിത്ത് ലോട്ട് ഓഫ് ഡീറ്റെയിൽസ്, ക്വസ്റ്റ്യൻസ്, ക്വയറീസ് എല്ലാം. പക്ഷെ ഇതിനൊരു ഫീച്ചർ കൂടി ഉണ്ട്. Of course, again, this is also dependent on the TRC. TRC ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫോം ലോവർ ഡിഡക്ഷൻ ഫയൽ ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് അപ്രൂവ്ഡ്, കുറഞ്ഞ റേറ്റിന് 12.5 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് റേറ്റിന് പകരം ദ ഓഫീസർ ക്യാൻ ഗ്രാന്റ് എ ലോവർ റേറ്റ് ഓഫ് ടാക്സ് ഡിഡക്ഷൻ. അങ്ങനെയാണെങ്കിൽ ദി ബയർ അത്രയും റേറ്റ് കുറച്ചാൽ മതി. 12.5 പിടിക്കേണ്ട കാര്യമില്ല. ആ ടാക്സ് സർട്ടിഫിക്കറ്റിൽ പറയുന്ന എത്ര റേറ്റ് ആണോ അത് നമ്മൾ ഡിഡക്ട് ചെയ്താൽ മതി. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം മാത്രം, ബയർക്ക് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇഗെയിൻ ദ വാലിഡിറ്റി ഓഫ് TRC, ടൈം പീരീഡ് ഏതാണെന്നൊക്കെ ഇവിടെ റിലവന്റ് ആണ്. ബട്ട് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് ഫോർ ഗെറ്റിംഗ് എ ലോവർ ടാക്സ് ഡിഡക്ഷൻ ബെനിഫിറ്റ്. സോ അപ്ഫ്രണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്യുന്ന എമൗണ്ട് കുറയ്ക്കാനായിട്ട്, ആ അപ്ഫ്രണ്ട് ക്യാഷ് ഫ്ലോ വലിയൊരു എമൗണ്ട് നമ്മളുടെ ടാക്സിൽ നിന്ന് പോകുന്നത് കുറയ്ക്കുന്നതിനായിട്ട്, എസ്പെഷ്യലി വെൻ യു പ്ലാൻ ഫോർ ബിഗ് റിഡംഷൻസ് ഓർ ഹൈ വാല്യൂ റിയൽ എസ്റ്റേറ്റ് സെയിൽസ്, ദിസ് കുഡ് ബി ഹെൽപ്ഫുൾ. അഗെയിൻ അപ്പൊ അതനുസരിച്ച് ടൈം പീരീഡ് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇത് എളുപ്പത്തിൽ കിട്ടുന്നതല്ല, സമയം എടുക്കുന്നതാണ്. നേരത്തെ 12 days നമ്മൾ TRC കിട്ടുന്ന കാര്യം പറഞ്ഞു. പക്ഷെ അത്രയും ചെറിയ ഷോർട്ട് പീരീഡിൽ ഇത് കിട്ടാറില്ല. ഇറ്റ് ഗോസ് ത്രൂ എ സഡൻ പ്രോസസ്. ഓൺലൈൻ ആണെങ്കിൽ പോലും
So accordingly, you need to plan the transaction. അതേപോലെ തന്നെ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നിന്ന് ഫണ്ട് അങ്ങോട്ട് റെമിറ്റൻസ് അടയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ ഇവിടെ ഒരു പ്രോപ്പർട്ടി സെയിലൊക്കെ നടന്നാൽ ഒക്കെ നമ്മൾ അല്ലെങ്കിൽ അസറ്റ് സെയിലൊക്കെ നടന്നാൽ നമ്മൾ അതിന്റെ ഫണ്ട് അങ്ങോട്ട് റെമിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുറത്തേക്ക് റീപാട്രിയേറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ്, ഈ ഒരു ഫോം 145, 146 നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് ബാങ്ക്സ് ഇൻസിസ്റ്റ് ചെയ്യും. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സർട്ടിഫിക്കറ്റ് വേണ്ട ട്രാൻസാക്ഷൻസ് ഉണ്ട്, അല്ലാതെ നമ്മളുടെ സെൽഫ് സർട്ടിഫിക്കേഷനിൽ കൊണ്ടുപോകാവുന്ന റീപാട്രിയേറ്റ് ചെയ്യാവുന്ന ട്രാൻസാക്ഷൻസും ഉണ്ട്. So whenever you are repatriating, looking to repatriate the funds abroad, this 145, 146 form will be required to be filed. Some cases it will be based on self-certification. നമ്മൾ ഇപ്പോൾ exempted ആയിട്ടുള്ള ഇൻകം ആണ്, DTA കവേർഡ് ആയിട്ടുള്ള ഇൻകം ഒക്കെ ആണെങ്കിൽ നമ്മൾ സെൽഫ് സർട്ടിഫിക്കേഷൻ മതി. പക്ഷെ അല്ലാത്ത കേസുകളിൽ 5 ലക്ഷത്തിന് മേലെ എമൗണ്ട് ഒക്കെ ഇൻവോൾവ് ഒക്കെ ആകുമ്പോൾ CA certification also will become relevant, where it has to be repatriated abroad. സോ ഇതിന് ഇക്വിറ്റിയില് ഈ ഫോം പണ്ടത്തെ ഫോം 15 CACB അല്ലേ ഇപ്പൊ? ഓക്കെ, അപ്പൊ ഇത് തന്നെയല്ലേ നമ്മള് ഇപ്പം ഓഫ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഇക്വിറ്റി ഷെയർസ് എല്ലാം കിട്ടുന്ന സമയത്ത്, കാരണം ഞാനിത് ബാങ്ക് ത്രൂ ചെയ്യുന്ന സമയത്ത് PIS ഈ ഫോം 146 ചോദിക്കാറുണ്ട്. പക്ഷെ എല്ലാ ബാങ്ക്സും ഇത് ചോദിക്കാറില്ല. പക്ഷെ അതിനെന്തെങ്കിലും കേസ് ബൈ കേസ് റിലേറ്റഡ് ആണോ? എനിക്കങ്ങനെയല്ല. അതിൽ ബേസിക്കലി അത് പറയുന്നത് ടാക്സ് റീപാട്രിയേഷനുള്ള ലോസ് സെയിം ആണ്. പക്ഷെ ഈ പല ബാങ്ക്സും പല തരത്തിൽ ഇത് അപ്ലൈ ചെയ്ത് കാണാറുണ്ട്. ചിലവര് ഇറസ്പെക്റ്റീവ് ഓഫ് ദി എമൗണ്ട് or irrespective of source അവർ പറയും ഇത് വേണമെന്ന് പറയും. അതെ. സോ ചില കേസുകളിൽ ഈ എൻട്രി ഇൻടു ആർഗ്യുമെന്റ്, കാരണം നമ്മൾ പലപ്പോഴും ഈ SSCക്ക് വളരെ ടൈം കൺസ്യൂം, പെട്ടെന്ന് ഫണ്ട്സ് റീപാർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഇതിന്റെ ആപ്ലിക്കബിലിറ്റി ഇല്ലാത്ത സമയത്തും CA സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. കാരണം CA സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു കേസാണെങ്കിൽ അതിന്റെ പുറകിലുള്ള വർക്കിംഗ്സ് കൂടുതലാണ്. അതിൽ ടാക്സ് ആപ്ലിക്കബിൾ ആണോ, അത് സർട്ടിഫൈ ചെയ്യണം, TDS റേറ്റിൽ പിടിച്ചിട്ടോ നോക്കണം, DTA ക്ലോസ് നോക്കണം. അപ്പം പലപ്പോഴും അപ്ലിക്കബിൾ അല്ലാത്ത കേസിലും ബാങ്ക്സ് ഇൻസിസ്റ്റ് ചെയ്ത് കാണാറുണ്ട് ചില കേസുകളിൽ. സോ ഇൻവോൾവ് ദി ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് ചില കേസുകളിൽ അവർ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ പറയുമ്പോൾ അത് വേണ്ട എന്ന് പറയുമ്പോൾ ഇഫ് ദേ ആർ കൺവിൻസ്ഡ് വിത്തൗട്ട് ദിസ് സർട്ടിഫിക്കറ്റ് ഇറ്റ്സെൽഫ് ക്യാൻ ട്രാൻസ്ഫർ. അപ്പൊ ഈ ഫോം 146 എടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ റിസീവറുടെ അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്ന ഡേറ്റ് ആണോ എടുക്കുക, അതോ ഒറിജിനൽ ബൈ പ്രൈസ് ആണോ എടുക്കുക? ക്യാപിറ്റൽ ഗെയിൻസിന്റെ എമൗണ്ട് കൺസിഡർ ചെയ്യാനാണ് പറയുന്നത്. അതെ അതെ, ഒറിജിനൽ ട്രാൻസ്ഫർ. അപ്പൊ അത് ഗ്രാൻഡ് ഫാദറിംഗിൽ വരുമ്പോൾ വളരെ പഴയതാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫാദറിംഗ് വരും. 2018 ഫസ്റ്റ് 31 ജനുവരി. ഡെഫിനറ്റ്ലി. അപ്പൊ ഇത് കിട്ടാൻ പ്രൊസീജിയർ എളുപ്പമാണോ, അതോ 146 കിട്ടാൻ? ഓൺലൈൻ പ്രൊസീജിയർ ആണ്. ITയുടെ ഫയലിൽ കയറി ഫയൽ ചെയ്യുന്ന ഓൺലൈൻ പ്രൊസീജിയർ ആണ്. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു വെരിഫിക്കേഷൻ വരുന്നില്ല ബിറ്റ്വീൻ അസ്, അതായത് ബിറ്റ്വീൻ ദി ടാക്സ് പെയർ ആൻഡ് ദി ഡിഡക്ടർ നിൽക്കുന്ന കാര്യമാണ്. ആ ഇൻകം ടാക്സ് പോർട്ടലിലൂടെയാണ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതാ ചോദിക്കുന്നത്, അത് കസ്റ്റമർ ചെയ്യണോ അതോ CA ചെയ്യോ? എങ്ങനെയാ? നോർമലി CA ഇൻവോൾവ് ആണെങ്കിൽ CA തന്നെ രണ്ട് ഫോംസും ചെയ്യാറുണ്ട്. 145, 146 CA തന്നെ ചെയ്യും. 145 എന്ന് പറയാനാണ് കസ്റ്റമർ ചെയ്യേണ്ടത്. അതെ, അതാണ് ചോദിക്കുന്നത്. അത് 145 എത്രയാ അതിന് ചാർജ് വരുന്നത്? അത് ഡിപ്പെൻസ്. കാരണം ഇപ്പൊ ഈ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ചില കേസുകളിൽ ടാക്സ് അത് ഇൻവോൾവ് ആവാത്ത കേസാണ്, കമ്പ്യൂട്ടേഷൻ ഇൻവോൾവ് അല്ലാത്ത കേസാണെങ്കിൽ അത്ര എമൗണ്ട് വരില്ല. ബട്ട് നോർമലി റേഞ്ചസ് 2000, 5000, 4000 ആ ഒരു റേഞ്ച് ഒക്കെയാണ് സാധാരണ വരാറ്. ഓക്കെ.
ഇത് ലാസ്റ്റ് പാർട്ട് ജനറലി വരുന്ന ഒരു ഇൻഹെറിറ്റൻസ് ഒരു ഗിഫ്റ്റിംഗ് ക്ലബിംഗ് എന്നൊക്കെ പറയുന്ന ഒരു സൈസബിൾ ടൈം എടുക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിലും ജനറലി ചില റൂൾസ് മാത്രമാണ് പറയുന്നത്. നോട്ട് ഗോയിങ് ടു എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. നോർമലി ഗിഫ്റ്റിംഗ് is one way where we try to do a lot of planning. Gifting from specified relatives are tax free. General rule ആണ് പറയുന്നത്. Gifting from specified relatives are tax free. Specified relatives പറഞ്ഞാൽ husband, wife, father, mother, brother, sister, grandfather, ഇങ്ങനെ ഒരു സ്പെസിഫൈഡ് റിലേഷൻസ് ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന അമൗണ്ട്സ് എല്ലാം ടാക്സ് ഫ്രീ ആണ്. ഗിഫ്റ്റ് ടാക്സ് ഫ്രീ ആണ്. അതേസമയം ആ പറയുന്ന ആൾക്കാരിൽ നിന്ന് അല്ലാതെ കിട്ടുന്ന ഗിഫ്റ്റ് 50,000 ത്രഷോൾഡ് ബാധകമാണ്. 50,000 എബവ് ആണെങ്കിൽ ടാക്സബിൾ ആണ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി റെസിപ്പിയന്റ്. അതിൽ താഴെയാണെങ്കിൽ ടാക്സബിൾ അല്ല. ജനറൽ റൂൾ ഓൺ ഗിഫ്റ്റ് ഇതാണ്. നമ്മൾ ആരുടെ കയ്യിലാണ് കിട്ടുന്നത്, അത് എന്തോ ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ഷെയർസ്, സ്റ്റോക്സ് ആയിക്കോട്ടെ, whatever. ഈ പറഞ്ഞ ആളുകളുടെ കയ്യിൽ നിന്നാണെങ്കിൽ അത് ടാക്സബിൾ ആവില്ല. അതല്ലാത്ത ആളുകളാണെങ്കിൽ 50,000 എബവ് ആണെങ്കിൽ ടാക്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി റെസിപ്പിയന്റ്. അതേസമയം ഇതോട് റിലേറ്റ് ചെയ്ത് കാണേണ്ടത് ഈ ക്ലബിംഗ് പ്രൊവിഷൻസ് ആണ്. നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, പക്ഷെ ആ അസറ്റിൽ നിന്നൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് കിട്ടുന്ന ആൾക്ക് ടാക്സബിൾ അല്ല. ഒരു വീട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്, ആ റെസിപ്പിയന്റ് ടാക്സബിൾ അല്ല ആ പറഞ്ഞ റിലേറ്റീവില് വരുന്ന ആളാണെങ്കിൽ. പക്ഷെ ആ വീട്ടിൽ നിന്ന് നമുക്കൊരു റെന്റൽ ഇൻകം വരുന്നു, റെന്റൽ ഇൻകം ഫ്രം ദാറ്റ് ഹോം, ഫ്രം ദാറ്റ് പ്രോപ്പർട്ടി. ദാറ്റ് വിൽ അട്രാക്ട് ക്ലബിംഗ് പ്രൊവിഷൻസ്. ഒരു സൺ, മൈനർ സണ്ണിന് കൊടുക്കുന്നു, ആ മൈനർ സണ്ണിന് പിന്നീട് റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ റെന്റ് പേരൻസിൽ ഒരാളുടെ കയ്യിൽ ടാക്സബിൾ ആവും. ആ പ്രോപ്പർട്ടി മൈനർ സണ്ണിന്റെ കയ്യിൽ ടാക്സബിൾ ആവില്ല. അതേസമയം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് ആഡഡ് ടു ദി ഇൻകം ഓഫ് ദി പേഴ്സൺ ഹു ഗിഫ്റ്റഡ് ദി പ്രോപ്പർട്ടി. അത് അച്ഛനാവാം, അച്ഛനാണെങ്കിൽ അച്ഛന്റെ ഇതിൽ ടാക്സബിൾ ആവും. He cannot say that this is a gifted property, so please consider the minor child. Instead of that, it will be clubbed along with this parents' income. സർ, അവിടെ ബ്ലഡ് റിലേഷന്റെ ബെനിഫിറ്റ് കിട്ടില്ല. ബ്ലഡ് റിലേഷൻ ആണെങ്കിലും നമ്മളിപ്പോ ആ ഗിഫ്റ്റഡ് പ്രോപ്പർട്ടിയുടെ കേസിലല്ല നമ്മളിത് പറയുന്നത്. അതിൽ നിന്ന് ഈൽഡ് ചെയ്ത് ഇൻകം. അവിടെ ലാസ്റ്റില് നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്രോത്ത് ആണെങ്കിൽ, ഇപ്പൊ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 1 million, ഒരു 10 lakh നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നു. ആഫ്റ്റർ 10 years അതൊരു 50 lakhs ആവുമ്പോൾ ആ ഒരു കേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അങ്ങനെ വരുമ്പോൾ അങ്ങനെ വരുന്നത് റിഡംഷൻ ചെയ്യുന്ന സമയത്ത് ആ റിഡംഷൻ പ്രോഫിറ്റ് വിൽ ബി ക്ലബ്ഡ് വിത്ത് ദി പേരന്റ്. അതായത് അങ്ങനെ അത് ക്ലബ് ചെയ്യും. ക്ലബ് ചെയ്യും. പക്ഷെ ഇത് 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് അപ്ലൈബിൾ അല്ല. അതാ ചോദിച്ചു. ഓക്കെ. അപ്പൊ മറ്റേ അതായത് അക്കൗണ്ട് മേജറിന്റെ പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് സെല്ലിംഗ് വരുമ്പോൾ പ്രശ്നം വരുന്നില്ല. ഓക്കെ. സിമിലർ പ്രൊവിഷൻസ് എക്സാക്ട്ലി സെയിം ആണെന്ന് പറയില്ല. സിമിലർ പ്രൊവിഷൻസ് അപ്ലൈസ് ടു അസറ്റ്സ് ഗിഫ്റ്റഡ് ടു സ്പൗസ്, ഹസ്ബൻഡ് വൈഫ് ഓർ സൺസ് വൈഫ്. എന്തുകൊണ്ടാണ് അങ്ങനെ സൺസ് വൈഫിന് മാത്രം അതിൽ പെടുത്തിയെന്ന് വെച്ചാൽ ബിക്കോസ് സൺസ് വൈഫ് കവേർഡ് ആണ്, ഡോട്ടേഴ്സ് ഹസ്ബൻഡ് കവേർഡ് അല്ല. അപ്പൊ സൺസ് വൈഫിന് നമ്മൾ കൊടുക്കുന്ന ഒരു അസറ്റ്, അതിൽ നിന്ന് പിന്നീട് ഇൻകം ഈൽഡ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലബിങ്ങിന് സബ്ജക്ട് ക്ലബിംഗ് ആണ്. ഗിഫ്റ്റ് ചെയ്ത ആൾക്ക്, ട്രാൻസ്ഫർക്ക് അത് ടാക്സബിൾ ആവും. ജനറൽ പ്രൊവിഷൻസ് ആണ് പറഞ്ഞു പോകുന്നത്. കോംപ്ലിക്കേഷൻസ് ഉണ്ട്, കോംപ്ലക്സിറ്റീസ് ഉണ്ട്, ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ വരാവുന്ന സാധ്യതകളുണ്ട്. ജനറലി ഈ ഒരു റൂളാണ് നമ്മൾ ഗിഫ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് നമ്മൾ ശ്രദ്ധിക്കണം. So
ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ നമ്മൾ കവർ ചെയ്തത് ഇതുവരെ. How holding period is relevant for computation of taxes and determining the range. DTA benefits എടുക്കുമ്പോൾ how important is the article of the relevant DTA with that country. TRC ന്റെ relevance എന്താണ്? TDS applicability. TDS ന്റെ പല റേറ്റ്സ് എപ്പോഴാണ് നമുക്ക് എക്സംഷൻ എലിജിബിൾ ആവുക. എക്സംഷൻ ഓൺ 54F നമ്മൾ നേരത്തെ കണ്ടു. ലാൻഡിലും അതുപോലെ സ്പെസിഫൈഡ് അസറ്റ്സിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ് റെസിഡന്റ് നോൺ റെസിഡൻസിന്. ഓൾസോ വി കവേർഡ് ടാക്സ് റേറ്റ്സ്, സ്ലാബ് റേറ്റ്സ്, NRI RI ഡിഫറൻസ് എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കവർ ചെയ്തത്. ആൻഡ് ഫൈനലി വി ടച്ച്ഡ് അപ്പോൺ ദി ക്ലബിംഗ് ഓഫ് ഇൻകം ആൻഡ് ഗിഫ്റ്റിംഗ് പ്രൊവിഷൻസ്. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ടൈം സ്പാനിൽ കവർ ചെയ്തത്. ഒരുമാതിരി അത് കവർ ചെയ്യാൻ പറ്റി എന്ന് കരുതുന്നു. മേ ബി എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ അല്ല എങ്കിൽ കൂടി ഓവറോൾ ഈ ഏരിയാസിൽ വരുന്ന മുരളി ജി ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ് കവർ ചെയ്തത്. ഇനി അതർ ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ എങ്കിൽ പോലും വിൽ ട്രൈ ടു അഡ്രസ്. സോ ഒരു ക്ലാരിഫിക്കേഷൻ, നമ്മൾ ബീങ് എൻ NRI നാട്ടിൽ നിന്ന് ഒരു ബിസിനസ് ഇൻകം കിട്ടുമ്പോൾ ആ ബിസിനസ് ഇൻകം ആഫ്റ്റർ ടാക്സ് ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് NRI അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ITR ഫയൽ ചെയ്യുമ്പം കാണിക്കണോ അതോ? തീർച്ചയായിട്ടും ITR ഫയൽ ചെയ്യുമ്പം ഈ ഒരു ബിസിനസ് ഇൻകം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തേ പറ്റും. അത് ഞാൻ ചോദിക്കുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിലും ചെയ്യണോ അതോ സ്ലാബ് ഉണ്ടോ? ബിസിനസ് ഇൻകം ആണെങ്കിൽ 4 lakhs താഴെയാണെങ്കിൽ കാണിക്കണ്ട, റിട്ടേൺ ഫയൽ 4 lakhs താഴത്താണെങ്കിൽ അപ്പോ ഫോർ എക്സാമ്പിൾ ഈ വർഷം 4 lakhs താഴത്ത് കിട്ടി, ഒരു 2027 5 lakhs എബവ് പോയാൽ നമ്മൾ ആ പെർട്ടിക്കുലർ ഇയറിൽ മാത്രം ചെയ്യുന്ന സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 2024 അത് കോംപ്ലിക്കേഷൻസ് വരുമോ? കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല. പക്ഷെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിന്റെ TDS എലമെന്റ്, ഇപ്പൊ നിങ്ങൾ ആ ഒരു വർഷം 4 ലക്ഷം താഴെ ആയിരുന്നുവെങ്കിലും TDS ഡിഡക്ഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ. അതെ. അപ്പൊ ആ TDS ഡിഡക്ഷൻ നടന്നത് കൊണ്ട് ചിലപ്പോൾ പിന്നീട് ആ TDS ഡിഡക്ഷൻ കാണുന്നു, ബട്ട് യു നോട്ട് ഫൈൽ യുവർ ITR എന്നൊരു ക്വയറി വരാം. പക്ഷെ നിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ് സേഫ്. ഓക്കെ. രജനിജി ചോദിക്കുന്നുണ്ടായിരുന്നു. ഹായ്, ഗുഡ് ഈവനിങ്. എന്റെ ഡൗട്ട് സാർ പറഞ്ഞ ലോവർ ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റിനെ പറ്റി പറഞ്ഞല്ലോ, LDC. അതിനെ പറ്റിയിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാവോ? ലൈക്ക് ഇപ്പൊ നമ്മൾ നാട്ടിലുള്ള ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, ഒരു ഫ്ലാറ്റ് വിൽക്കുവാണെന്ന് വിചാരിക്കുക. നമ്മളിവിടെ NRI മണി ഉപയോഗിച്ച് NRI അക്കൗണ്ട് ത്രൂ EMI ത്രൂ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ അത് ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ LDC സർട്ടിഫിക്കറ്റ് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആവും? അതിന്റെ എക്സ്പെൻസ് എത്ര വരും ഈ LDC സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാൻ? അതൊന്ന് പറഞ്ഞുതരാമോ? ഇപ്പൊ ഈ പറഞ്ഞ കേസിലാണെങ്കിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് വലിയൊരു സൈസബിൾ എമൗണ്ട് ഓഫ് ടാക്സ് റിഡക്ഷൻ വരുന്ന സിറ്റുവേഷൻസിലാണ് കൂടുതൽ യൂസ്ഫുൾ ആവും. ഏകദേശം പ്രോസസ്സാണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞ TRC, അതുപോലെ ഫോം 10F, ഇതെല്ലാം ഓൺലൈനിൽ ചെയ്യേണ്ടതാണ്. ഇത് ITR ലാസ്റ്റ് 3 years കഴിഞ്ഞ 2-3 വർഷത്തെ ITR ITR ഫയൽ ചെയ്യുന്ന ആളല്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് വേറെ ITR ഒന്നും ഇല്ല എങ്കിൽ സർട്ടിഫൈഡ് കമ്പ്യൂട്ടേഷൻ കൊടുക്കേണ്ടി വരും. ആ കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമുക്ക് ഇൻകം ഒന്നും ഇല്ല, ആ കമ്പ്യൂട്ടേഷൻ വീണ്ടും കൊടുക്കേണ്ടി വരും. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യും, ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് കൺസേൺഡ് ഓഫീസർ റിവ്യൂയിങ് ദി ആപ്ലിക്കേഷൻ. നോർമലി കിട്ടാൻ വളരെ പ്രയാസമാണ്. പക്ഷെ 12.5 എന്ന് പറയുന്ന റേറ്റിന് പകരം ഒരു 5%, 6% ഒക്കെ ലോവർ ടാക്സ് റിഡക്ഷൻ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആണ് കൂടുതൽ. അപ്പൊ ഈ കേസിൽ നമ്മൾ ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കാനായിട്ട്? നോർമലി നമുക്ക് നേരിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ടാക്സ് പ്രൊഫഷണൽസിനെ അപ്രോച്ച് ചെയ്യാം. അവർ ത്രൂ അത്
അവർ ചിലപ്പോൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഈ അസൈനിങ് ഓഫീസറുടെ ക്വയറീസിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ അപ്രോച്ച് ഹെൽപ്പ് ഓഫ് ടാക്സ് കൺസൾട്ടന്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഒരു ഡൗട്ടും കൂടി ഉണ്ട്. നേരത്തെ ഒരാള് ചോദിക്കുകയുണ്ടായി, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം 4 ലക്ഷം വരെ ടാക്സ് വരില്ല എന്ന് പറഞ്ഞു. നമുക്ക് മന്ത്ലി കിട്ടുന്ന ആ റെന്റൽ ഇൻകം ഹൗസ് എക്സ്പെൻസസിന് വേണ്ടി നാട്ടിൽ തന്നെ യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ITR ഫയൽ ചെയ്യുമ്പോൾ ഒരു P&L സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ബാങ്ക് ബാലൻസ് എന്നുള്ള ഒരു എമൗണ്ട് ആണല്ലോ നമ്മൾ CA ആൾക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ IT ഡിപ്പാർട്ട്മെന്റിനെ ഇതിനകത്തോട്ട് എവറി മന്ത് ഇൻകം വരുന്നുണ്ടോന്ന് അവര് റെഗുലർലി ചെക്ക് ചെയ്യോ? റെന്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എവറി മന്ത് വരുന്ന ചെക്ക് ചെയ്തിട്ടാണോ, എങ്ങനെയാണ് അത്? എന്റെ കൺസേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് സ്പെസിഫിക്കലി പറയുന്നില്ല. ഇങ്ങനെ ഒരു റെന്റ് മാസം ഒരു ചെറിയ എമൗണ്ട് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ കേസസിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മള് ഈ റെന്റൽ ഇൻകം വരുന്ന സമയത്ത് സപ്പോസ് 30,000 രൂപയായിരിക്കും. ഓക്കെ. അപ്പൊ ഓൾറെഡി ആ എമൗണ്ടിൽ 30% ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ബാങ്ക് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ബാങ്കല്ല, നമ്മുടെ റിട്ടേൺ ഫയലിൽ നമ്മുടെ ഇൻകം നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ 30,000 ആയിരിക്കില്ല നമ്മളുടെ റെന്റൽ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ. അതിൽ ഒരു 30% ഡിഡക്ഷൻ, 30,000 മൈനസ് 30,000, 21,000 ആണ് ടാക്സബിൾ റെന്റൽ ഇൻകം ആവുന്നത്. ഓക്കെ. ആസ് പെർ ദി IT പ്രൊവിഷൻസ്. ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഇല്ല, ഡിപ്പാർട്ട്മെന്റ് വിൽ നോട്ട് ഗോ ഫോർ ബാങ്ക് വൈസ് ചെക്കിംഗ്. അങ്ങനെ ഒരു ചെക്കിംഗ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതൊരു സെൽഫ് ഡിക്ലറേഷൻ ആണ്. അതാണ് കോൺട്രാക്ടറി ആയിട്ട് ഒരു ക്രെഡിറ്റ് കണ്ടാൽ, അതായത് നമ്മൾ ഈ പറയുന്ന എമൗണ്ട്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ളൊരു വോള്യൂം അല്ലെങ്കിൽ വ്യത്യസ്തമായ ഹെഡ് കണ്ടാൽ മാത്രമാണ് ആ ഹെഡ് ഓഫ് ഇൻകം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലാതെ കേസുകളൊന്നും കോറിലേഷൻ വരാറില്ല. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ITR ഫയൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ക്യൂറി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഫൈനൽ ഒരു ബാങ്കിൽ എത്ര ബാലൻസ് ലാസ്റ്റ് ഉണ്ട് എന്നുള്ളതും പിന്നെ നോർമൽ P&L സ്റ്റേറ്റ്മെന്റ് അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. അപ്പൊ എനിക്ക് വന്ന സംശയം ഇതാണ്, വരുന്ന എമൗണ്ട് നമ്മൾ നാട്ടിലെ എക്സ്പെൻസിന് അങ്ങനെ ഉപയോഗിച്ചും പോകുന്നുണ്ട്. അപ്പൊ അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് റേസ് ചെയ്യോ എന്നുള്ളതായിരുന്നു അറിയേണ്ടിയിരുന്നത്. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ നേച്ചറിലല്ലാത്ത ക്രെഡിറ്റ്സ് നമ്മളുടെ വരുമ്പോ മാത്രമാണ്. മാത്രം ചെക്ക് ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. രമേശ് സർ. നമസ്കാരം സാറേ, എൻ്റെ ഒരു ഡൗട്ട്, അതായത് നമ്മൾ NRI ആവുന്നതിന് മുമ്പേ, അതായത് 10-20 വർഷം മുമ്പേ വാങ്ങിച്ചൊരു പ്ലോട്ട് ഇപ്പം വിൽക്കുവാണ്. അപ്പോൾ അതിനന്നേരം ടാക്സ് വരുമോ, എങ്ങനെയാണ് അതിന്റെ? പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ തുടങ്ങിയിട്ടുമില്ല. നമ്മള് സെല് ചെയ്യുന്ന സമയത്ത് 5 വർഷമാണോ സെല് ചെയ്യുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ബൈയിങ് ടൈം. നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് റെസിഡന്റ് ആയിരുന്നിരിക്കാം, നോൺ റെസിഡന്റ് ആയിരുന്നിരിക്കാം, ബൈ ചെയ്തത് ചിലപ്പോൾ ഇവിടെ നിന്നുള്ള ഇൻകം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു കൺട്രി ആണെങ്കിൽ അവിടെ നിന്നുള്ള ഇൻകം ആയിരിക്കും. പക്ഷെ ഇറസ്പെക്റ്റീവ് ഓഫ് ദാറ്റ്, ലാൻഡോ ബിൽഡിങ്ങിന്റെ കേസിൽ അത് ടാക്സബിൾ ട്രാൻസാക്ഷൻ ആണ്. 20 കൊല്ലം ആയതുകൊണ്ട് അത് ലോങ് ടേം ആണ്. അപ്പൊ ലോങ് ടേം ആകുമ്പോൾ 2 തരത്തിലാണ് ടാക്സ് വരിക. ഒന്നുകിൽ നമ്മൾ 12.5% ഓൺ ദി പ്രോഫിറ്റ്സ് ഓർ 20% ഓൺ ദി പ്രോഫിറ്റ്സ് ബൈ ടേക്കിംഗ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്സ്. അതെങ്ങനെ എടുക്കുക എന്നുള്ളതെന്ന് അറിയണ്ടേ? നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ എന്നാണോ വാങ്ങിച്ചത്, ഇപ്പൊ 2010 വാങ്ങിച്ച പ്രോപ്പർട്ടി തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 2010 വെച്ചോണ്ട് അന്ന് 2 ലക്ഷം രൂപയാണ് അതിന് വില. അത് നമ്മൾ ഇപ്പോഴത്തെ വാല്യൂ ആയിട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാ ഒരു കോമൺ ഫാക്ടറാണ്. ഒരു 2 ടൈംസ്, 2.5 ടൈംസ്, 3 ടൈംസ് അങ്ങനെയൊക്കെ മാറാം. ഓരോ വർഷം കൂടുന്തോറും അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ 2 ലക്ഷം ഉള്ളത് ചിലപ്പോൾ ഇപ്പൊ 5 ലക്ഷം ആയിരിക്കും അതിന്റെ വില. നമ്മൾ സെല് ചെയ്യുന്നത് 10 ലക്ഷത്തിനാണെങ്കിൽ ബാക്കി 5 ലക്ഷത്തിന്റെ മുകളിൽ 20% നമുക്ക് ടാക്സ് വരും. പിന്നെ ഇപ്പൊ മക്കള് ഫോറിനിൽ അബ്രോഡിൽ പഠിക്കുവാണെങ്കിൽ അതിന് നമ്മൾ ഈ പൈസ അയക്കുമ്പോ അത് ഇതിന്റെ അകത്ത് ഡിഡക്ഷൻ കിട്ടുമോ?
ഇല്ല, ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ അതിന് ഡിഡക്ഷൻ കിട്ടില്ല. അതിന് ഡിഡക്ഷൻ കിട്ടാവുന്ന 1-2 ഐറ്റംസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വേറൊരു വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ ചില സ്പെസിഫൈഡ് ഗവൺമെന്റ് ബോണ്ട്സ് ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് മാത്രമാണ് ഡിഡക്ഷൻ കിട്ടുന്നത്. പഠിത്തത്തിന്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതിന് ഡിഡക്ഷൻ കിട്ടില്ല. സുജിജി നേരത്തെ ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒരു മിനിറ്റ്, പിന്നെ എന്റെ ഡൗട്ട് പറഞ്ഞാൽ ഇപ്പൊ 2-3 വർഷമായിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പൊ ഞാൻ 3 വർഷം ഒരുമിച്ച് ചെയ്യുമ്പോ ഏത് സ്ലാബ് വെച്ചിട്ടാണ് ഇവര് നോക്കുക? അങ്ങനെയല്ല, 3 വർഷം ഒരുമിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പൊ 2024, 24, 25, 26 അങ്ങനെ വിചാരിക്കാം 3 വർഷം. അതെ, 3 ഫൈനാൻഷ്യൽ ഇയർ. യെസ്, കറക്റ്റ്. അപ്പൊ അതാത് വർഷങ്ങളിലുള്ള സ്ലാബ് അനുസരിച്ചിട്ടാണ് വരിക. ഇപ്പൊ നമ്മൾ കണ്ട സ്ലാബ് 25-26 സ്ലാബാണ്. 24-25 വേറെ സ്ലാബാണ്. അപ്പൊ അത് ആ വർഷത്തെ വരുമ്പോൾ ഇപ്പൊ ഈ 3 വർഷം ഒരുമിച്ച് ഇപ്പൊ സബ്മിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമില്ല. പക്ഷേ 2024-25 ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ അത് അപ്ഡേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ മാത്രമേ ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുമ്പോ 1 വർഷം മുൻപുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് 25% അഡീഷണൽ ടാക്സ് കൊടുക്കണം. അപ്പൊ ഓരോ വർഷം കഴിയുന്നതും ഫയൽ ചെയ്യാനുള്ള പ്രോഫിറ്റ് നമുക്കുണ്ട്. പക്ഷെ നോർമൽ ടാക്സിന്റെ പുറമെ 25%, 50%, 60% അങ്ങനെ അഡീഷണൽ ടാക്സ് കൂടെ അടക്കണം. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? വേറെ ആർക്കെങ്കിലും? ഒരു ഡൗട്ട് മുല്ലേട്ടാ, നമ്മളിപ്പോ ഒരു 2 വർഷം മുന്നേ നമ്മൾ റിട്ടേൺ ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് 1 വർഷം മിസ്സായി. അപ്പൊ നമ്മളിപ്പോ ഈ വർഷം അതേമാതിരി ചെയ്തിട്ടില്ല, NRE ആണ്. അപ്പൊ നമുക്കിപ്പോ ലേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അല്ലാണ്ടെങ്കിൽ നമ്മളിപ്പോ അടുത്ത വർഷം മുതൽ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് 2 വർഷം മിസ്സായി, 1 വർഷം മിസ്സായി. റിട്ടേൺ ഒരു TDS ഡിഡക്ഷൻ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻകം, എന്തെങ്കിലും ഇൻകം നമുക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു? ഇല്ല, മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തത് മാത്രമേ ഉള്ളൂ. അതിന് മുന്നേ TRC ഒക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു അഡ്വൈസ് കിട്ടിയപ്പോൾ ഞാൻ അത് ചെയ്തില്ല. ഈ വർഷം പിന്നീട് ഒരു മേജർ ഇൻകം വരികയാണെങ്കിലും ഒരു കൊയര് വന്നാൽ പോലും നമുക്ക് പറയാവുന്നതേ ഉള്ളൂ, നമ്മൾ ഇത്രയും എമൗണ്ട് ആ വർഷം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ ഫയൽ ചെയ്തില്ല എന്ന് വി ക്യാൻ റെസ്പോണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? സാർ, നമ്മൾ ഈ സ്ലൈഡ് ഷോ ഷെയർ ചെയ്തിട്ടുണ്ടാവില്ലല്ലോ അല്ലേ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം? ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം, മുരളിജിക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. രജനി ചോദിക്കൂ. സാർ, സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ ലിസ്റ്റഡ് കമ്പനീസും അൺലിസ്റ്റഡ് കമ്പനീസിന്റെയും 2 ഡിഫറെന്റ് ടൈം പീരീഡ് പറഞ്ഞല്ലോ. ഈ അൺലിസ്റ്റഡ് കമ്പനീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എനിക്കറിയുന്ന ഒന്ന് ഈ JMJ ഫിനാൻസ് അങ്ങനത്തെ സംഭവങ്ങളെയാണോ പറയണത്? ഇപ്പൊ നമ്മൾ അങ്ങനെ ഉള്ളതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമല്ലോ, ഇത്ര ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡബിളായി പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നാട്ടിലൊരു സംഭവം ഉണ്ടല്ലോ, അതിനെയാണോ ഈ അൺലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്? അവിടെ നമ്മൾ പറഞ്ഞ അൺലിസ്റ്റഡ് കമ്പനീസിലെ ഷെയർസ് വാങ്ങിക്കുന്നതിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത് ത്രൂ ഡിമാറ്റ് തന്നെ വാങ്ങുമ്പോഴോ? ഡിമാറ്റ് ഇപ്പൊ ഡിമാറ്റ് കണ്ടീഷൻ മാൻഡേറ്ററി ആയതുകൊണ്ട് അത് ഡിമാറ്റ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ കമ്പനികളുടെ ഷെയറിൽ അപ്പോ ആ സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡിംഗ് പീരീഡ് കണക്കാക്കുന്നത് 24 months ആണ്. ലോങ് ടേം ആവുന്നത് 24 months കൂടുതൽ ഹോൾഡ് ചെയ്താൽ മാത്രമാണത് ലോങ് ടേം ആവുന്നത്. അതേസമയം ഒരു ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ 12 മാസം മതി. ഓക്കെ. ഡിമാറ്റ് ത്രൂ തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ NSE BSE പോലെയുള്ളതിൽ ലിസ്റ്റഡ് അല്ലാത്ത കമ്പനീസിന്റെ ഷെയർസ് നമ്മൾ വാങ്ങുമ്പോ അല്ലെ? ഓക്കെ. ഇടയ്ക്ക് റീൽസ് കാണാറുണ്ട് അങ്ങനത്തെ കമ്പനീസിന്റെ നമുക്ക് മേടിക്കാന്ന് പറഞ്ഞിട്ട്. ശരി, മനസ്സിലായി. താങ്ക് യു.
വേറെ ആർക്കും ക്വസ്റ്റ്യൻസും? ജോൺ? എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പൊ ഡിവിഡൻഡ് ഇൻകം നമുക്ക് ഇന്ത്യൻ ഡിവിഡൻഡ് കിട്ടുന്നത് ഇപ്പം 20% ഡിഡക്ട് ചെയ്തിട്ടാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിനകത്ത് ആഡഡ് ആയിട്ട് വരികയാണ്. അപ്പം ടാക്സ് കൺസൾട്ടന്റ് പറഞ്ഞ് ഇതൊന്നും റീഫണ്ട് കിട്ടത്തില്ലെന്നുള്ള രീതിയിലാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം, വേരിയസ് ടൈപ്പ് ഓഫ് ഇൻകം, പ്രോപ്പർട്ടി ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം, അതെല്ലാം കാണുന്നു. ഡിവിഡൻഡ് ഇൻകം, ഇൻട്രസ്റ്റ് ഇൻകം, ഇതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എത്രയാണോ ടാക്സ് പേബിൾ വരുന്നത് അതിനകത്തുനിന്ന് വരുന്ന അനുസരിച്ചിട്ട് റീഫണ്ട് ചെയ്യും. പക്ഷെ ഡിവിഡൻഡ് ഇൻകത്തിന് യു ഹാവ് ടു പേ ദി ടാക്സ് എന്നുള്ളതാണ്. ഈ പേയിങ് ടാക്സ് ആണ് ഉദ്ദേശിച്ചത്, TDS ഡിഡക്ട് ചെയ്യുന്നതാണോ ഉദ്ദേശിച്ചത്? TDS എല്ലാം ഇപ്പം ഏത് ഇൻകം എടുത്താലും TDS ഡിഡക്ട് ചെയ്തിട്ടേ വരത്തുള്ളല്ലോ. സോ നമുക്ക് ആ TDS ഡിഡക്ട് ചെയ്ത് റീഫണ്ട് മേടിച്ചെടുക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് പലപ്പോഴും. ഓക്കെ, ഈ ടാക്സ് ലിമിറ്റിന്റെ ഉള്ളിൽ ആണെങ്കിൽ മാത്രമാണല്ലോ റീഫണ്ട് ആയിട്ട് വരാം. അതെ, അതല്ലാതെ വന്നാൽ നമ്മൾ നേരത്തെ കണ്ട സ്ലാബ് റേറ്റിൽ വരും. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് നമുക്ക് ഈ 20% ടാക്സ് ഡിഡക്ട് ചെയ്തത് TDS ആയിട്ട് കുറയ്ക്കാവുന്നതാണ്. കുറയ്ക്കാവുന്നതാണ് അല്ലേ? ഡെഫിനറ്റ്ലി. പിന്നെ ഇപ്പം ഇവിടെ ഡിസ്കസ് ചെയ്തതിൽ എന്താ പറയാ, നമുക്ക് പണ്ട് LIC പോളിസിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ ഒരു 8-9 ലക്ഷം രൂപ ഇയർലി ടാക്സ് കൊടുക്കുന്ന ആൾക്ക് അപ്പം അതെങ്ങനെ നമുക്ക് ടാക്സ് ഹാർവെസ്റ്റിംഗ് നടത്താൻ പറ്റും? LIC പോളിസിയോ അതോ വേറെ എന്തെങ്കിലും? ഇവിടെ പറഞ്ഞു എന്താ പറയുക, നമ്മൾ പ്രോപ്പർട്ടി വാങ്ങിക്കണം, അങ്ങനെയല്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ടാക്സ് ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ? ഈ LIC പോളിസീസ് ഒക്കെ ഒരു ഓപ്ഷൻസ് ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പുതിയ റിജൈം വന്നേ പിന്നെ അതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് അത്രയും അട്രാക്ട് ചെയ്യണം, അത്രയും സൈസബിൾ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലെ ടാക്സ് നമുക്ക് സേവിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഈ പുതിയ റിജൈം വന്നതുകൊണ്ട് രണ്ടും കമ്പയർ ചെയ്യണം. ഇപ്പൊ നമ്മൾ LIC ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ് എത്രയാണ്, അതേസമയം ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് തന്നെ ചെയ്യുമ്പോൾ പുതിയ ടാക്സ് റിജൈം അനുസരിച്ച് നമുക്ക് വരുന്ന ബെനിഫിറ്റ് എത്രയാണ്, ഇത് കമ്പയർ ചെയ്തിട്ട് യു മേ ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. ഓക്കെ. പിന്നെ ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഗൾഫ് കൺട്രീസില്, ഫോറിൻ കൺട്രീസിലുള്ള എനി ഈ ഇൻകം, പ്രോപ്പർട്ടി ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഇതൊന്നും നാട്ടിൽ ടാക്സബിൾ അല്ലെന്നാണ് ഇപ്പം പറഞ്ഞത് ഗൾഫ് കൺട്രീസിൽ അല്ലേ? എല്ലാമല്ല സർ, എല്ലാമല്ല. സ്പെസിഫൈഡ് ആയിട്ടുള്ള ചിലത് മാത്രം. എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട്. What about property capital gain? ടാക്സബിൾ ഇൻ ഇന്ത്യ. പക്ഷെ ഇത് NRI ആണെങ്കിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി ഗെയിനില് നാട്ടിലെ ടാക്സ് കൊടുക്കണം? ഞാൻ തിരിച്ചാ പറഞ്ഞു ഇവിടുത്തെ പ്രോപ്പർട്ടി ടാക്സ് ആണ്. ഓക്കെ. പക്ഷെ അവിടുത്തെ ആള് ഇവിടെ പ്രോപ്പർട്ടി മേടിച്ചിട്ട് UAE പ്രോപ്പർട്ടി മേടിച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ അതിന്റെ ഗെയിനിന് നാട്ടിൽ ടാക്സ് കൊടുക്കണം. പക്ഷെ NREസിന് ഇവിടുത്തെ ക്യാപിറ്റൽ ഗെയിനിന് ടാക്സ് കൊടുക്കണ്ട ഇന്ത്യയിൽ അല്ലേ? അവിടുത്തെ പ്രോപ്പർട്ടിയാണ്. UAE പ്രോപ്പർട്ടി അത് കവേർഡ് അണ്ടർ പ്ലേസ് ഓഫ് റെസിഡൻസ്, അതായത് UAE ടാക്സ്. ഓക്കെ. പിന്നെ GST ഒത്തിരി ഡിഡക്ട് ചെയ്യുന്നുണ്ട്, 18% ഒക്കെ GST. അതെങ്കിലും ക്ലെയിം ചെയ്യാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? നോ ചാൻസ് സർ. അവിടെ റെസിഡന്റിനും നോൺ റെസിഡന്റിനും വ്യത്യാസമില്ലാത്ത ഒരേ സ്ഥലം അതാണ്. ശരി. കാരണം LIC പോളിസി എടുക്കുകയാണെങ്കിൽ 18% ടാക്സ്, അല്ലെ വീട്ടിലെ ഒരു പ്ലംബിങ്ങോ ഷീറ്റോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 18% ടാക്സ് വരുന്നുണ്ട്. NRO ഇൻട്രസ്റ്റ് ഇൻകത്തിന് 30% ടാക്സ് ആണ്. NROയിലുള്ള ഇൻട്രസ്റ്റ് ഇൻകത്തിന്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, താങ്ക് യു ഫ്രം മൈ സൈഡ് ദാറ്റ് മച്ച്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ചോദിക്കൂ. അല്ലല്ല, താങ്ക് യു പറഞ്ഞതാ. ഓക്കെ. ഞാൻ ചോദിച്ചു ബാബുജി പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്തു, അപ്പൊ ബാബുജി ചോദ്യം ചോദിക്കാൻ പോകാൻ വിചാരിച്ചു. ഞാൻ നേരത്തെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്.
ഓക്കെ ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, അപ്പൊ ശരി. എന്തായാലും നമ്മുടെ സെഷനിൽ നിന്ന് വന്ന ബിപിൻ സാറിന് പ്രത്യേകം നന്ദി. ഒരുപാട് വലിയ ടോപ്പിക്കാണ്, അതുകൊണ്ട് നമ്മൾ ഓവറോൾ ഒന്ന് കവർ ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യാം, തുറന്ന് അസിസ്റ്റ് ചെയ്യണം ക്വയറീസ് ഒക്കെ. പിന്നെ ഹോളിഡേ അല്ല ആക്ച്വലി അതെ 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 ടോപ്പിക് കേൾക്കാനായിട്ട് വന്നതിലും താങ്ക് യു. ഇത് റെക്കോർഡ് ചെയ്ത സെഷൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, അതുപോലെ സ്ലൈഡ്സും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓക്കെ, ഓക്കെ, താങ്ക് യു.